Welcome everybody. Good evening everybody and welcome to today's session. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെൽഡ്യൂ ആർക്കിടെക്ചർ സ്റ്റുഡിയോസിലെ പ്രിൻസിപ്പൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയ ആർക്കിടെക്ട് ജസിൻ സാറാണ് നമ്മളോട് ഉള്ളത്. സാറിന് 11 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ. അപ്പോൾ സാറിന് നമ്മളോടൊപ്പം ചേർന്നത് കോളോടൊപ്പം ഇത് ചേരുന്നത് ഒരു പ്രത്യേക ഒരു സെഷൻ എടുക്കാനാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം AI ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ AI ഉപയോഗിച്ച് വീടിന്റെ പ്ലാനിങ് എക്സിക്യൂഷൻ എന്നിവയിൽ 40% തെറ്റുകളും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് AI ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ ഡേ ടു ഡേ നമുക്ക് ChatGPT, Gemini പോലത്തെ കുറെ ആപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഈ ഒരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആയ ഹൗസ് വീട് പണിയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള പിന്നെ ഔട്ട്കംസ് എങ്ങനെ എടുക്കാം എന്നുള്ളതായിരിക്കും ഇപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു ഐഡിയ. അപ്പോൾ സാറ് നമുക്ക് വരുന്നത് സാറ് പറഞ്ഞ പോലെ 11 years എക്സ്പീരിയൻസ് ആണ് സാറിനുള്ളത്. പിന്നെ സാറ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഇൻക്ലൂഡിങ് ഓഡിറ്റോറിയംസ്, കൊമേഴ്ഷ്യൽ സ്പേസസ്, റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ഒക്കെയാണ് സാറ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് തുടങ്ങാം. ഓവർ ടു യു സർ. പിന്നെ വൺ മോർ തിങ്, നമുക്ക് സെഷൻ കഴിയുമ്പോൾ നമുക്ക് Q&A ചോദിക്കാനുള്ളൊരു ടൈം കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈമിൽ സാർ ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സെഷന്റെ ഇടയിൽ നമുക്ക് ഇതേപോലെ സെഷന്റെ ഇടയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഒഴിവാക്കാം. നമുക്ക് സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും Q&A സെഷൻ. നമുക്ക് ആ ടൈമിലോട്ട് ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. Okay, sir. Over to you, sir. Okay, fine. Hello, good evening. Okay, sir. Intro. Thanks for the intro and thanks for the opportunity. Follow it associated with കുറെ സെഷൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ പ്രോജക്ട്സ് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. കോളോടെ വൺ അമംഗ് ദ ഡയറക്ടേഴ്സ് ജെറി എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. സോ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞു നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ പാരലലി നിങ്ങൾക്കും അത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആക്റ്റീവ് contributions is a mandatory thing. Okay, sir. ആ രീതിയിൽ തന്നെ ചെയ്യാം. No problem. Okay. Okay, sir. സോ എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത് ഇതില്, അതായത് നമ്മളുടെ ഇന്ററാക്റ്റീവ് മോഡില് ഞാൻ പറയുന്നതിന് നിങ്ങൾ കമന്റ് ബോക്സിൽ റെസ്പോൺസ് തരുന്ന രീതിയിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് ഓരോ മേഖലയിൽ ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. പല രീതിയിൽ പല മേഖലയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഹൗ ഒരു ഹോം ഓണർ അല്ലെങ്കിൽ ഒരു ലേമാൻ എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ ഹൗസ് കൺസ്ട്രക്ഷനിൽ, എൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ, എൻ്റെ ഓഡിറ്റോറിയം കൺസ്ട്രക്ഷനിൽ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി AI ഡ്രിവൺ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ പാർട്ട്, AI ക്ലോണിങ്, ഇങ്ങനെ പല സംഗതികളാണ് കാണുന്നത്. ഐ നോ ദാറ്റ് ഇപ്പോൾ ഇതിലിരിക്കുന്ന ഓഡിയൻസ് പല കൈൻഡ് ഓഫ് ആളുകളുണ്ട്. കുറെ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുണ്ട്. ഇതൊരു ഐഡിയ ഇല്ലാത്ത ലേമാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുണ്ട്. അപ്പോ അതിനനുസരിച്ചിട്ടൊന്ന് ഈ ഒരു പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ AI മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടോ, AI കുറിച്ച് കൃത്യമായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളെ കുറിച്ചൊരു ബ്രീഫ്, നിങ്ങളുടെ പേര്, സ്ഥലം, AI യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന് യെസ് ഓർ നോ എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് റെസ്പോൺസ് തരികയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ഓഡിയൻസ് വന്നിട്ടുള്ള 125 പേരോളം ഉണ്ട് ഇപ്പോൾ. ആ ഒരു ഓഡിയൻസിന്റെ പേസ് എങ്ങനെയെന്ന് കൂടെ അറിയാമായിരുന്നു. യുവർ നെയിം, പ്ലേസ്, AI മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഫർസാന മാത്രമല്ല, ഫർസാന, പ്ലേസ്, അതുപോലെ തന്നെ നിങ്ങൾ AI ഒരു AI ബിഗിനർ ആണോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണോ എക്സ്പേർട്ട് ആണോ എന്നുള്ളതും കൂടെ. AI യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പൊ യൂസ് ചെയ്യുന്നപ്പോ ബേസിക്കലി ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ പോലും ഇതിൽ ഒരുപാട് AI ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്പെസിഫിക്
ആൻസർ കിട്ടിയാൽ എസ് ജിഷ്ണു എറണാകുളം ട്രിവാൻഡ്രം എസ് എന്നുള്ളതിന് പകരം AI ബിഗിനർ ആണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇനി ആരെങ്കിലും തീരെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോ എന്നും ധൈര്യമായിട്ട് അയച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ പേസ് അതിനനുസരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈശാഖ് ബിഗിനർ, സമീർ കണ്ണൂർ, സമീർ ബൈ നോ വറീസ്. നമുക്കത് ആ ഒരു ഇന്റർമീഡിയറ്റ് നിതിൻ നിൽ AI ബിഗിനർ. വോയിസ് നോട്ട് ക്ലിയർ. എല്ലാവർക്കും വോയിസ് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ അതോ ഒരാൾക്ക് മാത്രമാണോ? ഫൈൻ, നല്ലൊരു റെസ്പോൺസ് വന്നു. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ഇതിൽ കുറെ ആളുകൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ഇതിൽ ഉണ്ടെന്ന് എനിക്കറിയാം. എക്സ്പെർട്ട് നേടാത്തത് മേ ബി അതിലുള്ള ബാക്കിയുള്ള ഓഡിയൻസിനെ ഒരു അഫക്റ്റഡ് ആവണ്ട എന്ന് കരുതിയിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമിനി എന്നുള്ള ടെർമിനോളജി അല്ലെങ്കിൽ ആപ്പ് അല്ലെങ്കിൽ വെബ് വെർഷൻ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോ എന്ന് കമന്റ് ചെയ്യാം. ഇതെന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ. നോട്ട് യൂസ്ഡ്, നോ. ഓക്കെ ഫൈൻ. യൂസ് ചെയ്തിട്ടുണ്ട്, നോ. യൂസ്ഡ്, ഫാസിൽ, നോ. ഓക്കെ ഫൈൻ. ഇത് ചോദിക്കുന്നത് എന്തിനറിയോ? നമ്മുടെ AI ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ വേണ്ടിയിട്ടല്ല. നമ്മുടെ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ പറയാറുണ്ട്, നിങ്ങൾ AI ഇനി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ AI അറിയുന്ന ആളുകളെ വെച്ച് നിങ്ങളുടെ ജോബ് റീപ്ലേസ് ചെയ്യപ്പെടുന്നു വളരെയധികം ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞില്ല എന്നുള്ളത് ഇനിയത്തെ കാലത്ത്, ഇതുവരെ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു തെറ്റല്ല, പക്ഷെ ഇനി അറിഞ്ഞില്ല എന്നാണെങ്കിൽ അതൊരു തെറ്റ് തന്നെ ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം അത്രയും എളുപ്പത്തിൽ ഏതൊരു ലേമാനും എന്ത് കോംപ്ലിക്കേറ്റഡ് സംഗതിയും ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയും കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയില്ല എന്നുള്ള തെറ്റല്ല, അതുകൊണ്ട് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നത്. ഇറ്റ്സ് വെരി ഗുഡ് ഇനീഷ്യേറ്റീവ്. ചാറ്റ് GPT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുകയാണ് കമ്പ്യൂട്ടറിനോട്, എനിക്ക് എന്നെ സംഗതി ചെയ്തു തരണം. സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് നാളെ ഞാൻ ഓഫീസിൽ ലീവാണ്, ഇതിലൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് തരണം, ടൈപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേര് കൊടുക്കുക, എന്റെ വയസ്സ് കൊടുക്കുക, എന്റെ കമ്പനിയും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് നമുക്ക് എങ്കിൽ ഇത് തരുന്ന ഓക്കെ താങ്ക് യു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇന്റർഫേസിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അപ്പൊ അത് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എത്രത്തോളം ക്ലാരിറ്റിയിലാണ് ഈ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്ലാരിറ്റി ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. സേ ഫോർ എക്സാമ്പിൾ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ലീവ് ലെറ്റർ അപ്ലൈ ചെയ്യുന്നത് ഞാൻ എന്തിനു ബോധർ ചെയ്യണം എന്നുള്ളത് ശരിയാണ്, നോ വറീസ്. ഇതില് കുറച്ച് കൺസ്ട്രക്ഷൻ പെർസ്പെക്റ്റീവില് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് അപ്പോൾ ഇടയിൽ മ്യൂട്ട് ചെയ്യാം. സാലിം എന്ന് പറഞ്ഞ ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ താങ്ക് യു. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ താങ്ക് യു. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ നമ്മളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത ശേഷം അതിനകത്ത് ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്യാം. chatgpt.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ചാറ്റ് GPT എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ്. ഇത് മൊബൈലിലാണെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ എന്നെ കേൾക്കുന്നതിൽ ബിഗിനേഴ്സ് ഉണ്ടാവാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഫേസിനോട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലീസ്. താങ്ക് യു. അപ്പോൾ ഇതില് നമുക്ക് കുറെ പ്രോംപ്റ്റുകൾ കൊടുക്കാൻ പറ്റും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് എനിത്തിങ്. ഇതിൽ എനിക്ക് വേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെലവെന്റ് ആയിട്ട് ഞാൻ ചോദിച്ചതിന് റെലവെന്റ് ആയിട്ടുള്ള മറുപടി ചാറ്റ് GPT തരും. ഇപ്പൊ ഞാൻ പറയാണ്, ടുഡേ I have a presentation for Colo. Give me an Instagram post for this. അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു പ്രൊമോഷൻ ആവശ്യമായിട്ട് ഒരു വീഡിയോ തയ്യാറാക്കണം. Give me the contents for a promotional video of the webinar on AI in construction. ഞാൻ ഇത് ആവശ്യപ്പെടുകയാണ്. ഇത്ര ഞാൻ കൊടുത്തിട്ടുള്ളൂ. ടുഡേ ഐ ഹാവ് എ പ്രസന്റേഷൻ ഫോർ കോലോ. ഗിവ് മീ ദ കണ്ടന്റ്സ് ഫോർ എ പ്രൊമോഷണൽ വീഡിയോ ഓഫ് ദ വെബിനാർ ഓൺ AI in construction. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് വേണ്ട പ്രൊമോഷണൽ വീഡിയോ കോണ്ടന്റ് AI ജനറേറ്റ് ചെയ്ത് തരികയാണ്.
AI ഇൻ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് ടോപ്പിക്, പവേർഡ് ബൈ കോലോ. അതിന്റെ വിഷ്വൽസ്, അതിൽ ക്യാമറ എങ്ങനെ വരണം, അതിന്റെ പിന്നെ ഇനീഷ്യൽ സ്ക്രീനിൽ എന്ത് വരണം, കൺസ്ട്രക്ഷൻ ഈസ് ചേഞ്ച് എന്നിട്ട് പറഞ്ഞിട്ട് ഒരു 8 to 18 സെക്കൻഡ് ഇന്ന കണ്ടന്റ് വരണം, 18 to 35 സെക്കൻഡ് ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡീറ്റെയിലിംഗ് അതിൽ തന്നു. എന്നിട്ട് അതിന്റെ താഴെ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുക, ജോയിൻ കോളോ ഫോർ എന്ന് വെച്ചാൽ എൻ്റെ ഒരു റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആസ്പദമാക്കിയിട്ട് അതിന് റെലവെന്റ് ആയിട്ട് എക്സാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ റോബോട്ട് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. നമുക്ക് അത്തരത്തിൽ മറുപടി തരുന്ന റോബോട്ടുകളെയാണ് നമ്മൾ ചാറ്റ് ബോട്ട് എന്ന് വിളിക്കുക. സോ അത്തരത്തിൽ നമ്മളുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത്, ഒരാളൊരു വീട് നിർമ്മാണം തുടങ്ങുകയാണെങ്കിൽ അയാൾ ആ വിഷയത്തിൽ ബിഗിനറാണ്, അയാൾക്ക് അറിയില്ല ഇതിന്റെ ഒരു നോർമൽ പേസ്. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആകെ അറിയാം ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ ഈ 2500 സ്ക്വയർ ഫീറ്റ് വീട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ നിൽക്കുന്ന ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ഫൈനലായി കഴിഞ്ഞാൽ 3, 4, 5 കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൊട്ടേഷൻ ആവശ്യപ്പെടും. അവരൊരു കൊട്ടേഷൻ 3, 4 പ്രൈസിൽ തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് പ്രൈസ് ഏതാണോ, അല്ലെങ്കിൽ നമ്മൾ 2, 3 ആളെ കമ്പാരിസൺ ചെയ്തിട്ട് ഫൈനലാക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മളുടെ ആവശ്യം AI-യോട് പറയാം. I am Jasim, about to start my home construction, having 2 stories. 2 നിലയുള്ള ഒരു വീട് കൺസ്ട്രക്ഷൻ, ഞാൻ എൻ്റെ വീട് കൺസ്ട്രക്ഷൻ തുടങ്ങാൻ നിൽക്കുകയാണ്. Give me a detailed contract agreement to be prepared for the structural works starting from foundation till plastering. ഫൗണ്ടേഷൻ മുതൽ പ്ലാസ്റ്ററിംഗ് വരേക്കുള്ള കംപ്ലീറ്റ് വർക്ക് സ്കോപ്പ് മെൻഷൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് എഗ്രിമെന്റ് തയ്യാറാക്കണം. വിത്ത് ദ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ആൻഡ് വർക്ക്മാൻഷിപ്പ്. സ്റ്റാൻഡേർഡ് ആയിട്ട് നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും വർക്ക്മാൻഷിപ്പും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് എനിക്ക് തയ്യാറാക്കണം എന്നുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദ സിസ്റ്റം വിൽ ജനറേറ്റ് എ പ്രോംപ്റ്റ് അക്കോർഡിംഗ്ലി. ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. Prepare me a detailed contract agreement to be used for my home construction from foundation to structural works till plastering. Add relevant standards. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുത്ത് പ്രിപ്പയർ മീ ഡീറ്റെയിൽ കോൺട്രാക്ട് എഗ്രിമെന്റ്, ഒരു ഡീറ്റെയിൽഡ് കോൺട്രാക്ട് എഗ്രിമെന്റ് വേണം. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് ഹോം കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഓണർ നെയിം, കോൺട്രാക്ടർ നെയിം, പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ, ഹോം ഓണർ അപ്പോയിന്റ്സ് ദ കോൺട്രാക്ടർ എക്സിക്യൂട്ടീവ്. ഇതാണ് പ്രൊജക്ടിന്റെ ഒരു ബ്രീഫ്. ഇനി അതിൽ സ്കോപ്പ് ഓഫ് വർക്ക് എന്തൊക്കെ വരുന്നുണ്ട്, ഫൗണ്ടേഷൻ വരുന്നുണ്ട്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് ക്ലിയറൻസ് വരുന്നുണ്ട്, എക്സ്കവേഷൻ അതായത് കുഴിയെടുക്കുന്നത്, ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്, PCC, ഫൂട്ടിങ്, റീഇൻഫോഴ്സ്മെന്റ്, മെറ്റീരിയൽസ് അതിൽ യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽസ്, സിമെന്റ് OPC 43 ഗ്രേഡ്. ഇതിപ്പോ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നതാണ്. ഇത് നമുക്ക് നമ്മളുടെ നാട്ടിലെ മെറ്റീരിയൽസിനനുസരിച്ചിട്ട് ഇപ്പൊ ചിലപ്പോൾ സിമെന്റ് PPC ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ PPC സിമെന്റ്. പിന്നെ സാൻഡ് ഇപ്പൊ ഇവിടെ റിവർ സാൻഡാ കാണിച്ചിട്ടുള്ള, ചിലപ്പോൾ M സാൻഡ് ആയിരിക്കാം. അഗ്രിഗേറ്റ് ക്രഷ്ഡ് സ്റ്റോൺ, പിന്നെ അതുപോലെ തന്നെ ഗ്രേഡ് M20 അതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി അത് വലിയ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിൽ M25 അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ. സിമെന്റ് യൂസ്ഡിന്റെ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്, ആന്റി ടെർമൈറ്റ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ സ്ട്രക്ചറൽ വർക്ക്സ്, ഇങ്ങനെ തുടങ്ങി ഓരോന്നും മൈക്രോ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് അതിൽ. ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് അറ്റാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ അറ്റാച്ചിലേക്ക് നമ്മളുടെ പ്ലാൻ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ ഒന്നും കൂടെ അതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അതിൽ പറയുകയാണ് എൻ്റെ 2 സ്റ്റോറിയുടെ പ്ലാൻ ആണ്, ഇതാണ് അതിന്റെ എലിവേഷൻ, ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് വെച്ച് സ്പ്ലിറ്റ് അപ്പ് കോസ്റ്റ് വെച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് ഇത് PDF ആക്കിയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് 4 കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് വേണ്ട ഓപ്ഷൻസ് പറഞ്ഞ ഈ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് ടേംസ് 4 പേർക്കും കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് റേറ്റ് എടുക്കാൻ പറ്റും.
ഒരു സാധാരണ ആൾക്ക്, ഒരു വീട്ടുടമസ്ഥന് സാധാരണ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലാത്ത ആൾക്ക് ഇതിനെക്കുറിച്ച് കമ്പാരിസൺ നടത്താൻ കഴിയില്ല. ഇതാണ് നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡോക്യുമെന്റ് തന്നു. നമുക്ക് നോക്കിയാൽ ഒരു ലേമാന് വായിച്ചു കഴിഞ്ഞാൽ ഇതിലെ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പം ഒരു കോൺക്രീറ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ ഡീഷട്ടറിങ് പീരിയഡ് എന്ന് പറയും. നമ്മുടെ മുട്ടും പലകയും ഊരുന്നത് നോർമലി 2 വീക്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള മൈക്രോ ഡീറ്റെയിലിങ്ങുകൾ ചിലപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിനോട് പറയാൻ പറ്റും ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ട് നമ്മളുടെ ഔട്ട്പുട്ടിൽ നമ്മളുടെ ഔട്ട്പുട്ട് ക്വാളിറ്റീനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വേഗ് ഐഡിയ, ഒരു റഫ് ഐഡിയ ആണ് ഇത് തന്നിട്ടില്ലെങ്കിലും ഇതിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ദ ബ്രാൻഡ് ഓഫ് സിമെന്റ് ഷാൾ ബി യൂസ് ദിസ് അൾട്രാടെക് സിമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്റ്റീൽ യൂസ് ചെയ്യേണ്ടത് വൈശാഖ് അല്ലെങ്കിൽ കല്ലിയത്ത് അല്ലെങ്കിൽ കൈരളി, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ബ്രാൻഡ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണം. ഇതിന്റെ സമയം, ഈ ഓരോ സ്റ്റേജ് വർക്കിന് എത്ര സമയം എടുക്കും എന്നുള്ളത് ഈ പ്ലാൻ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ഓൺ പോയിന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ChatGPTക്ക് തരാൻ പറ്റും. സോ ബേസിക്കലി ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൂൾ, ഒരു ചാറ്റ് ബോട്ട് പോലെയാണ്. നമ്മൾ ഒരു റിക്വയർമെന്റ് ആവശ്യപ്പെട്ടാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെലവെന്റ് ആയിട്ടുള്ള മറുപടി തരുന്ന രീതിയിലുള്ള ഒരു ടൂളാണ് ChatGPT. സോ ടിൽ നൗ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ. ആൻഡ് വിൽ മൂവ് ഓൺ ടു ദി അതർ ടൂൾ. Yes, please, anyone? Okay, thank you. So now ഒരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഞാനൊരു റെഡിമെയ്ഡ് പ്രോംപ്റ്റ് ഉണ്ട്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് വെച്ച, ഇതിനോട് സംസാരിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ച ഒരു കമാൻഡ്. അതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാം. ആസ് എ എന്നെ ഒരു വീട്ടുടമസ്ഥ, ഹോം ഓണർ. യെസ്, ആ സൈഡിലുള്ള സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്യോ? അത് ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ ഫൈൻ, ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള് കാണിച്ചു തരാം. ക്രോമിൽ കയറിയിട്ട് ഫയർഫ്ലൈ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അഡോബി ഫയർഫ്ലൈ. ഇപ്പോ നമ്മളൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതിന്റെ ഒരു വിഷ്വൽ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരാം.
ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നമ്മളൊരു ഹണിമൂൺ വില്ലയിൽ നിന്നിട്ട് അതൊരു ടീ പ്ലാന്റേഷനിൽ നിൽക്കുന്ന ഒരു റിസോർട്ട് പ്രോജക്റ്റിന്റെ ഒരു വ്യൂ. ഒരു ടീ പ്ലാന്റേഷന്റെ നടുവില് ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിന്റെ അപ്പർ ഡെക്കിൽ നിന്നിട്ട് ഒരു ഇൻഫിനിറ്റി പൂളിലേക്ക് നോക്കുന്ന ഒരു വ്യൂ എന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു കമന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. മെസ്മറൈസിംഗ് വ്യൂ ഫ്രം ദി അപ്പർ ഡെക്ക് ഓഫ് എ ഹണിമൂൺ വില്ല വിത്ത് ടീ പ്ലാന്റേഷൻ ആൻഡ് ആൻ ഇൻഫിനിറ്റ് പൂൾ ഇൻ ദ ഫ്രണ്ട്. ഞാൻ അതിൽ ജനറേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു പ്രോംപ്റ്റിന്, അതായത് ഒരു ഹണിമൂൺ വില്ലയുടെ അപ്പർ ഡെക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് മോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഇമേജസ് അത് ജനറേറ്റ് ചെയ്ത് തരും ഈ ഫയർഫ്ലൈ. ഇപ്പൊ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ഇതാണ്. അതിന് മോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ ഓൺലൈനിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ പ്രോംപ്റ്റ് എടുത്ത് ഞാൻ ഗൂഗിൾ ജെമിനൈ എന്ന് പറഞ്ഞ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഇമേജ് ജനറേഷൻ ടൂൾ ഉണ്ട്, അതല്ലെങ്കിൽ ഗൂഗിളിന്റെ തന്നെ ജെമിനൈ എന്ന് പറഞ്ഞ ഒരു പോർട്ടൽ ഉണ്ട്, അവിടെയും ഞാൻ പാരലലി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ക്രിയേറ്റ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കൊടുത്ത പ്രോംപ്റ്റ് അതിന് മോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അത് ജനറേറ്റ് ചെയ്ത് തരും. ഒരു ഡൗട്ട്, യെസ്, ഈ ഫയർഫ്ലൈ എന്ന് വെച്ചാൽ ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ? യെസ്, ലൈക്ക് സബ്സ്ക്രിപ്ഷൻ മോഡ് തന്നെയാണ്. പക്ഷെ ഇനീഷ്യലി അവര് ഇറ്റ് വർക്ക്സ് ഓൺ ബേസ്ഡ് ഓൺ ലൈക്ക് ക്രെഡിറ്റ്സ്. നമുക്ക് ഇനീഷ്യലി അവര് ഇത്ര ക്രെഡിറ്റ്സ് തരും, അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ആണ് ലൈക്ക് അതിൽ ഇത്ര ജനറേഷൻ കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു ക്രെഡിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് either we have to go for paid plan, അതല്ലെങ്കിൽ പിന്നെ കുറച്ച് ആളുകളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് ആഡ് ഓൺ ക്രെഡിറ്റ്സ് കിട്ടും. ആൻഡ് ഇറ്റ് വിൽ ബി റിസ്റ്റോർഡ് ലൈക്ക് ഇത്ര സെർട്ടൻ ടൈം പീരീഡ് കഴിയുമ്പോൾ റിസ്റ്റോർ ചെയ്യും. അപ്പൊ ഇതൊരു നമ്മൾ കൊടുത്തത് മുന്നിൽ ടീ പ്ലാന്റേഷൻ ഉള്ള ഒരു ഹണിമൂൺ വില്ലയുടെ അപ്പർ ഡെക്കിൽ നിന്നുള്ള ഒരു മെസ്മറൈസിങ് വ്യൂ, മലനിരകളും താഴ്വാരങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യൂ ആണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമുക്ക് ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫയർഫ്ലൈ എന്ന് പറയുന്നത്. ഇത് വരുമ്പോ ഇതിൽ സ്വാഭാവികമായിട്ടും ഒരു ഹോം ഓണർ എന്നുള്ള നിലക്ക് ഇതിലുകൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ചില ഏരിയകളിലൊക്കെ ലൈക്ക് ഒരു അനദർ പ്രോംപ്റ്റ് ഐ ഗോ ഫോർ, ഞാനിവിടെ വേറെ പ്രോംപ്റ്റ് കൊടുക്കണം. ഇന്റീരിയർ വ്യൂ ഓഫ് എ ലാർജ് ഐലൻഡ് കിച്ചൺ ഓഫ് എ ഹൗസ് വിത്ത് ക്യാബിനറ്റ്സ് ഇൻ യെല്ലോ കളർ തീം ആൻഡ് എ ലേഡി കുക്കിംഗ് ഇറ്റ്. ഒരു യെല്ലോ കളർ തീമിലുള്ള ഒരു ഐലൻഡ് കിച്ചൺ, ഇതിനെ എനിക്കൊന്ന് വിഷ്വലൈസ് ചെയ്യണം. ഇതിനെ നമുക്ക് ഒരുപാട് സ്പെസിഫിക് ആയിട്ട് കൊടുത്താൽ അത്രയും ഡീറ്റെയിൽഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ആ റൂമിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നമ്മളുടെ കിച്ചന്റെ സൈസ് നമുക്കറിയാം, ലെറ്റ്സ് സേ 4 മീറ്റർ ബൈ 3 മീറ്റർ ഉള്ള ഒരു റെക്ടാങ്കുലർ റൂമാണ്, അതിൽ സോ ആൻഡ് സോ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്പെസിഫിക് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കുറച്ചും കൂടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടും. ഫോർ ദ ടൈം ബീങ് ഞാനൊരു ജനറലൈസ്ഡ് പ്രോംപ്റ്റ് കൊടുത്തു, ഒരു ഇന്റീരിയർ വ്യൂ ഓഫ് എ ലാർജ് ഐലൻഡ് കിച്ചൺ. ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിച്ചന്റെ സെന്റർ പോർഷനിൽ നമുക്ക് ഒരു ഐലൻഡ് പോലുള്ള ഒരു ഏരിയ, ഒരു വർക്കിംഗ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ ദ ടൈം ബീങ് ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ആഡ് ഓൺ ചെയ്തിട്ട് ലൈക്ക് ഇതിൽ ആഡ് ഓൺ പ്രോംപ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ അഡീഷണൽ ആയിട്ട് ചേഞ്ചസ് വരുത്താം. അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ ദ ടൈം ബീങ് ഞാൻ ഇതിനൊന്ന് സേവ് ചെയ്തെടുത്തു. വ്യത്യസ്ത ടൂൾസുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഇമേജിനെ ഞാൻ നേരെ ഗൂഗിൾ ജെമിനയിൽ കൊണ്ടുവന്നു. ഇവിടെ ഇതാണ് ഗൂഗിൾ ജെമിനി. ജെമിനിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ആഡ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇമേജ് കൊണ്ടുവന്ന് വെച്ചു. അതിൽ ഓപ്ഷനിൽ ആഡ് ചെയ്തു.
എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഇമേജ് ജെമിനിയിൽ കൊണ്ടുവന്നു. ഇനി ഞാൻ കമന്റ്സ് കൊടുക്കാം. ചേഞ്ച് ദ ഇന്റീരിയർ കളർ തീം ടു ഗ്രീൻ. ഇപ്പൊ നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ കളർ തീം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എക്സ്ക്യൂസ് മീ, ഒന്ന് മ്യൂട്ടാക്കി തരുമോ? അത് ചാറ്റ് GPT വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കളർ തീം മാറ്റിയിട്ട് ഇതൊന്ന് ജനറേറ്റ് ചെയ്ത് തരാൻ. നേരത്തെ നമ്മൾ ഫയർഫ്ലൈയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത പിന്നെ പറ്റില്ല അപ്ലൈ അല്ല അവർക്ക് അവിടെ PSC പോകാൻ ടൈം പറ്റുമോ? അത് പറ്റും. കേൾക്കാൻ പറ്റും. PSC പറ്റുന്നുണ്ട്. ഫോളോ ടീം ഒന്ന് മ്യൂട്ട് ചെയ്ത് തരുമോ? യെസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് തിങ്, നമുക്ക് ഒരു കളർ തീം, സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ലിവിങ് ഏരിയക്ക് ഒരു കളർ തീം മാച്ചിങ് ആണോ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്തു ടർക്കിഷ് ബ്ലൂ നല്ല കളർ കോമ്പിനേഷൻ ആണ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. നമുക്കറിയില്ല അത് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയറിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു ക്ലിയർ പിക്ചർ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു ഇന്റീരിയർ വ്യൂ ഓഫ് എ മോഡേൺ ലിവിംഗ് ഹാൾ ഓഫ് എ ഹൗസ് വിത്ത് എ ഹെലിക്കൽ സ്റ്റെയർ കേസ് വിത്ത് ടർക്കിഷ് ബ്ലൂ കളർ തീം എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അത് കൊടുത്തത് അഡോബ് ഫയർഫ്ലൈയിലാണ്. അതിവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ ദ ടൈം ബീങ് നമുക്ക് ഓക്കെ ഫൈൻ. ടർക്കിഷ് ബ്ലൂ കളർ തീമിൽ അത് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വന്നത് സ്റ്റെയറിന്റെ തീമിലാണ് അത് വന്നത്. അപ്പൊ നമുക്ക് അതിനൊന്നും കൂടെ ഡീറ്റെയിൽ ചെയ്യാം. വിത്ത് സ്റ്റെയർ കേസ് ഇൻ വുഡൻ തീം, helical staircase and ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്തു. റൂമിന്റെ വാൾ ഏരിയ ആണ് എനിക്ക് ടർക്കിഷ് ബ്ലൂവിൽ വേണ്ടത്. സ്റ്റെയർ കേസ് വുഡൻ തീമിലാണ് എന്നുള്ളത് കൊടുത്ത് അതിനൊന്നും കൂടെ കസ്റ്റമൈസ് ചെയ്തു. മീൻവൈൽ നമ്മൾ നേരത്തെ ജെമിനിയിൽ കൊടുത്ത ആ കമന്റിന് ഞാനൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ നേരത്തെ നമ്മൾ കൊടുത്തത് സ്റ്റെയർ കേസ് നോർമൽ വുഡൻ തീമിലേക്ക് വന്നു. അതില് ബാക്കിയുള്ള ഏരിയയിൽ ആ ഒരു ടർക്കിഷ് ബ്ലൂ തീം റീറ്റെയിൻ ചെയ്തു. ഇനി ഇതന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു ഇമേജ് കൊടുത്തിട്ട് അതിൽ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ റൂമിന്റെ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഐ ഷോ യു. യെസ്, നേരത്തെ കൊടുത്ത്
ഞാനൊരു കിച്ചൺ ഇന്റീരിയർ എന്നുള്ള ഒരു ഇമേജ് നമ്മളുടെ ആക്ച്വൽ ക്യാപ്ചർ ചെയ്ത ഒരു ഇമേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്തു. നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ ക്യാമറയിൽ ഉണ്ടെങ്കിൽ നേരിട്ട് അതിൽ നിന്ന് എടുക്കാം. ഫോർ ദ ടൈം ബീങ് ഞാൻ ഒരു ഇമേജ് നെറ്റിൽ നിന്ന് എടുക്കുകയാണ്. നെക്സ്റ്റ് ജെമിനയിൽ വന്നു. ആ ഫോട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ അതിൽ കൊടുക്കുകയാണ് ചേഞ്ച് ദ ക്യാബിനറ്റ് കളർ. ഇതിന്റെ ഇപ്പൊ ക്യാബിനറ്റിന്റെ കളർ ഒരു ബീജ് കളറിലാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കളർ ടു ബ്ലൂ തീം മാച്ചിങ് ടു ദ ഫ്ലോറിംഗ് ആൻഡ് അതർ കളേഴ്സ് എന്നുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അതായത് ഇപ്പോൾ ഒരു ഇമേജ്, ഒരു റെഫറൻസ് ഇമേജ് ഇതിൽ വെച്ചു. അതിനുശേഷം ഇതിന്റെ കളർ തീം ചേഞ്ച് ദ ക്യാബിനറ്റ് കളർ ടു ബ്ലൂ തീം മാച്ചിങ് ടു ദ ഫ്ലോറിംഗ് ആൻഡ് അതർ കളർ തീംസ്. ഇതിലേക്ക് മാച്ചിങ് ആകുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ഞാൻ ആവശ്യപ്പെട്ടു. നേരത്തെ ഞാൻ കൊടുത്തത് നമ്മളുടെ കിച്ചൺ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ഗ്രീൻ തീമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഗ്രീൻ തീമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ യെല്ലോ ക്യാബിനറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രീൻ തീമിലേക്ക് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതിലൊരു പാറ്റേൺസ് ഇംപ്രിന്റ് ചെയ്ത ടൈപ്പുള്ള ഒരു ഡിസൈൻ ആയിട്ട് ഓട്ടോ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ലൈക്ക് ഗൂഗിൾ ജെമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ടൂളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് അഡോബ് ഫയർഫ്ലൈ. നമുക്കുള്ള ഒരു കോൺസെപ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിൽ സ്പെസിഫിക് ആയിട്ട് ഇൻഡെപ്ത് ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓട്ടോ ജനറേറ്റ്. ഇപ്പൊ ഞാൻ കൊടുത്തത് ഒരു മോഡേൺ ലിവിംഗ് ഹാൾ എന്ന് കൊടുത്തതോടെ കുറച്ച് സ്പേഷ്യസ് ആയി ഓപ്പൺ കോൺസെപ്റ്റിലുള്ള ഒരു മോഡേൺ ലിവിംഗ് ഹാൾ ആണ് കാണിച്ചു തന്നത്. അതിൽ ഹെരിക്കൽ സ്റ്റെയർ കേസ് വേണമെന്ന് കാണിച്ചു. ആൻഡ് റൂംസ് വിത്ത് ടർക്കിസ് ബ്ലൂ കളർ തീം ആണെന്ന് കാണിച്ചപ്പോൾ അതിന് മോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ജനറേറ്റ് ചെയ്തത്. അതിന്റെ മുന്നേ ഒരു ഐലൻഡ് കിച്ചൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിലുള്ള ജനറേറ്റ് ചെയ്തു. ഇത് എത്രത്തോളം നമുക്ക് ഇൻഡെപ്ത് ഡീറ്റെയിലിംഗ് ഇതിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലാരിറ്റി ഉള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിലൂടെ ജനറേറ്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് തിങ്, നമ്മളുടെ ഒരു ഇമേജ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ നമ്മുടെ ആർക്കിടെക്ട് നമുക്ക് തന്ന ഒരു കളർ തീം നമുക്ക് ഒരു കുറച്ചും കൂടെ ഈ കളർ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അവർ ഡിസൈൻ ചെയ്ത് തരുന്നതിന്റെ മുന്നേ തന്നെ വേണമെങ്കിൽ ഗൂഗിൾ ജെമിനി പോലുള്ള പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ കളർ തീം ഒന്ന് മോഡിഫൈ ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളത് കാണിച്ചു തരും എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം വന്ന ഒരു ഗ്രീൻ തീമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് വന്ന ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല ഹലോ, യെസ്, ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാല് ജെമിനിയും ഫയർഫ്ലൈയും തമ്മിൽ രണ്ടും ഇമേജ് ജനറേഷൻ തന്നെ അല്ലേ? ഡെഫിനറ്റ്ലി. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് AI-ക്ക് ഓരോ അവരുടെ ഡാറ്റ അവര് ഫീഡ് ചെയ്യുന്ന ഡാറ്റക്ക് അനുസരിച്ച് ഇതിന്റെ ക്വാളിറ്റി ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അഡോബി എന്ന കമ്പനിയാണ് പാരന്റ് കമ്പനിയുടെയാണ് ഫയർഫ്ലൈ വരുന്നത്. ജെമിനി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്, പിന്നെ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ജെമിനി വരുന്നത്. ജെമിനിയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസും റെൻഡറിങ് ക്വാളിറ്റിയും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഹയർ എൻഡ് കിട്ടാറുണ്ട്. ആൻഡ് മോർ ഓവർ നമുക്ക് ലിമിറ്റഡ് ക്രെഡിറ്റ്സ് ആയത് കാരണം ഇത്തരത്തിൽ പാരലൽ സോഫ്റ്റ്വെയർസ് കാണിച്ചു തന്നാൽ ഇപ്പൊ സാധാരണ ആളുകൾക്ക് ഒരു വീട്ടുടമസ്ഥന് ഇത് പെർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി. അപ്പോൾ ആ സമയത്ത് പാരലലി മറ്റു ഓപ്ഷൻസും കൂടി കാണിച്ചു തരാം. സിമ്പിൾ ടു യൂസ്, റെഡി ടു യൂസ് ആയിട്ടുള്ളത് കാണിച്ചു തരാ എന്നുള്ളതാണ്. പിന്നെ എല്ലാ സോഫ്റ്റ്വെയർസും ഡേ ബൈ ഡേ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിൽ ഉപയോഗിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് വ്യത്യസ്തമായിട്ട് കാണിച്ചത്. നേരത്തെ ഉള്ളതിന് ടർക്കിസ് ബ്ലൂവിൽ കാണിച്ചു. ഇനി ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. റിമൂവ് ദ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അർജുൻ ബ്രോ. ഹുഡ് ഫ്രം ദ ഇമേജ്. ഇതിലുള്ള ഹുഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ഈ ഹുഡ് എനിക്ക് വേണ്ടെന്നാണെങ്കിൽ അതിൽ കസ്റ്റം കമന്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ ഔട്ട്പുട്ടിന് ഒന്നും കൂടെ ക്ലാരിറ്റി തരാൻ പറ്റും. അപ്പോൾ ആസ് എ ഒരു ഹോം ഓണർ എന്നുള്ള നിലക്ക് നമുക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് നമ്മളുടെ റൂമിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇതിന് മോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ തീം സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിന്റെ പോസിബിൾ ഐട്രേഷൻസ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇമേജിൽ ഇവിടെ ഈ ഒരു ഹുഡ് ഇവിടെ ഫ്ലോട്ടിംഗ് ആയിട്ട്, ഇപ്പൊ അതേ ഇമേജിൽ ആ ഹുഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ നിന്ന് ആൾ ഒഴിവാക്കാൻ പറ്റും. റിമൂവ് ദ ലേഡി ഫ്രം ദ. അല്ല, ഇത് ഫയർഫ്ലൈയിൽ പറ്റൂല.
ഫയർഫ്ലൈയിൽ പറ്റും, പക്ഷേ ഗൂഗിൾ നാനോ ബനാനയിൽ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഫയർഫ്ലൈയിൽ നമുക്ക് ഇതേപോലെ ലൈക്ക് ലിമിറ്റഡ് ക്രെഡിറ്റ്സേ ഉള്ളൂ, പക്ഷെ നാനോ ബനാന ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിൽ ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ്. മോർ ഓവർ ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഗൂഗിൾ IDs ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്തിട്ട് കൂടുതൽ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാനും പറ്റും. ഇപ്പൊ അതിൽ നിന്ന് ലേഡിയെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മൾട്ടിപ്പിൾ ഐട്രേഷൻസ് ലൈക്ക് നോർമലി ഇപ്പൊ ഞാൻ ബീയിങ് എ ഡിസൈനർ, എനിക്കറിയാം ഒരു ഡിസൈൻ നമുക്ക് ഒരു ഐ കാച്ചിങ് ഡിസൈൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മേ ബി ലൈക്ക് 4 to 5 hours മിനിമം എടുക്കും, അതല്ലെങ്കിൽ ഡിപ്പെൻസ് മേ ബി 1 to 2 days എടുക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ആർക്കിടെക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് വന്നിട്ട് അയ്യൊന്നും അത് വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു അത്ര എഫേർട്ട് ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇൻഡിവിജ്വലി ഈ നേരിട്ട് ഗൂഗിൾ ജെമിനയിൽ കയറിയിട്ട് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ആൾട്ടർനേറ്റ് സജഷൻസ് ചോദിക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് ചില കളർ തീമുകൾ ഇഷ്ടമുള്ള ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് വൈറ്റ് ലൈറ്റ് തീം തീരെ ഇഷ്ടമല്ല. പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഡാർക്ക് ലൈക്ക് ഒരു വാം കളർ തീമാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ലൈവായിട്ട് മീറ്റിംഗിന്റെ ഇടയിൽ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു. വാമിൽ വരുമ്പോൾ നമുക്ക് അതൊരു അട്രാക്റ്റീവ് ആവില്ല, ഈ ഏരിയ വൈറ്റ് ലൈറ്റ് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് അത് വാമിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തന്നു. യെസ് മുഹമ്മദ് നിസാർ, വാട്ട് ഈസ് നാനോ ബനാന? യെസ് നിസാർ ബൈ, നാനോ ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിളിന്റെ നമ്മളുടെ ഗൂഗിൾ ജെമിനൈ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഇമേജ് ജനറേഷനിൽ വരുത്തിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതല്ലെങ്കിൽ ഒരു ഇമേജ് ജനറേഷൻ പ്രോസസ്സിനെ നാനോ ബനാന എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ഇറക്കിയ ഒരു ടെർമിനോളജിയാണത്. ഇമേജ് ജനറേഷൻ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആക്കി ചെയ്ത ഒരു പ്രോസസ്സിനെയാണ് നാനോ ബനാന എന്ന് പറഞ്ഞത്. അതായത് ഒരു ടെക്നിക്കൽ ടേം മാത്രമാണത്. അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ജനറേഷൻ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വന്നൊരു ടെക്നോളജി ഗൂഗിൾ കമ്പനി പുറത്തിറക്കിയ ഗൂഗിൾ ജെമിനയിലുള്ള ഒരു ഓപ്ഷൻ ആണത്. ഇതിൽ സംശയം ചോദിക്കാൻ ആരും മടിക്കണ്ട കേട്ടോ, എന്തുണ്ടെങ്കിലും ചോദിക്കാം, നമുക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരാം. ഇനിയിപ്പോ അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിനോട് തന്നെ ചോദിക്കാം, വാട്ട് ഈസ് നാനോ ബനാന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് മറുപടി തരും. ഈ എന്നെ ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ മൊബൈലിൽ ChatGPT എന്ന് പറഞ്ഞ ആപ്പ്, അതേപോലെ തന്നെ ഗൂഗിൾ ജെമിനൈ എന്ന് പറഞ്ഞ ആപ്പ് മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നേരെ ചോദിക്കാം. നാനോ ബനാന ഈസ് ദ ഇന്റേണൽ നെയിം ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഓഫ് ഇമേജ് ജനറേഷൻ ആൻഡ് എഡിറ്റിംഗ് മോഡൽ ദാറ്റ് ഐ യൂസ് ടു ഹെൽപ്പ് യു ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ വിഷ്വൽസ്. അതായത് അതൊരു ഈ ടേം നാനോ ബനാന എങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൽ ചോദിക്കാം. ഹൗ ദിസ് ടെർമിനോളജി ഹാസ് കെയിം. So my like Kuhome AI useful, yes definitely. Kerala builders and designers, അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഇതിലൊക്കെ ഉള്ള ഒരുപാട് ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാല്, നമുക്ക് നാനോ ബനാന മോഡലായാലും അതല്ലെങ്കിൽ ഫയർഫ്ലൈയുടെ മോഡലായാലും ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു പ്ലാന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു ഡോർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും ഒരു വിൻഡോ കുറച്ച് ഇവിടെയാണ്, ഇവിടെ കുറച്ചും കൂടെ മാറ്റേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം മൈക്രോ ഡീറ്റെയിലിംഗ് നമുക്ക് ഇതിൽ ചെയ്യുക എന്നുള്ളതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കേസിൽ ചൈനീസ് സോഫ്റ്റ്വെയർ ലൈക്ക് കുജാല എന്ന് പറഞ്ഞ പാരന്റ് കമ്പനിയുടെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. കുഹോം എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ആ ടൂളിന്റെ നെയിം വരുന്നത്. നമുക്ക് നമ്മളുടെ നോർമൽ ഡ്രോയിങ് നമ്മൾ എങ്ങനെയാണോ CAD-ല് അല്ലെങ്കിൽ സിസ്റ്റത്തിലെ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് വരക്കാറുള്ളത്, അതേപോലെ തന്നെ വരച്ച ശേഷം നമുക്ക് അതിലൂടെ ഒരു വാക്ക് ത്രൂ ലൈവായിട്ട് നടന്ന് കാണാനുള്ള ഓപ്ഷൻ വരാറുണ്ട്. അത്തരത്തിലുള്ള AI ജനറേറ്റഡ് വിഷ്വൽസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് തന്നെ ശ്രമിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. പുറത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് സെല്ലിംഗ്, നമ്മുടെ നാട്ടിലൊക്കെ നോർമലി റിയൽ എസ്റ്റേറ്റ് സെല്ലിംഗ് പ്രോസസ്സ് നടക്കുക വലിയ ഹോർഡിംഗ് ബോർഡ്സ് ഉണ്ടാവും. 40 ലക്ഷത്തിന് അല്ലെങ്കിൽ 80 ലക്ഷത്തിന് എറണാകുളം സിറ്റിയിൽ നിങ്ങൾക്കും 5 സെന്റ് പ്ലോട്ടോട് കൂടിയ വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള സെയിൽസ് സ്ട്രാറ്റജികൾ പുറത്തുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി AI ഇന്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞു. ഒരു റൂം അകത്തു കയറി നടന്ന് കാണുന്ന രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഒരു വീടിന്റെ ഉള്ളിലൂടെ ഓരോ റൂമും, ഇതിപ്പോ ഒരു ഫ്ലാറ്റ് റെന്റ് ഔട്ട് ചെയ്യാനുള്ള ഫ്ലാറ്റിന്റെ ഇന്റേണൽ പോർഷൻസ് ഇൻഡിവിജ്വൽ ഡീറ്റെയിൽഡ് ഇമേജസ് ആയിട്ട് നടന്ന് കാണാനുള്ള ഓപ്ഷൻസ് വന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇത്തരം സംഗതികൾ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാക്കി. ഒരാൾക്ക് ഒരു ഫ്ലാറ്റ് കാണണമെങ്കിൽ ഒരു
ഒരു ഡേ അതിന് വേണ്ടി സ്പെയർ ചെയ്ത് അത്രയും ലോങ് യാത്ര ചെയ്ത് പോകുന്നതിനൊക്കെ പകരം ലൈവ് വിഷ്വൽസ് ഇതുപോലെ ലൈവായിട്ട് നമ്മൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമർക്ക് വേണ്ട ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് വന്നു. ഇത് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള മാറ്റർ പോർട്ട് എന്ന് പറഞ്ഞൊരു പോർട്ടലാണ്. അപ്പൊ അതിലൊരു സാമ്പിൾ വർക്ക് സ്പേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ വർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് സെൽ ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ അത് റെന്റ് ഔട്ട് ചെയ്യാനൊക്കെ ഇത്തരം ടൂൾസ് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോ ഒരു വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്ടിന്റെ അകത്ത് നമുക്ക് കാണുന്ന പോലെ തന്നെ നടന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഹോം ഓണേഴ്സിന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി, ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നു, അത് സെൽ ഔട്ട് ചെയ്യണമെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ നമുക്ക് നമ്മളുടെ ഇന്ത്യയിലും കേരളത്തിലും ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഈ ഓരോ ഏരിയയിൽ നിന്ന് 1 by 1 ആയിട്ട് അടുത്ത ഏരിയയിലേക്ക് മാറി മാറി പോയി നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനും ആ ഏരിയയിലെ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ലൈവ് റിയലിസ്റ്റിക് വ്യൂ കിട്ടാനും ഓരോ ക്യാബിൻ ടു ക്യാബിന് മൂവ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രോപ്പർട്ടി സെൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ക്യാബിനും അതിന്റെ മെഷർമെന്റും അതിന്റെ ഇന്റീരിയർ വ്യൂവും ഡീറ്റെയിൽസും ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലൈവായിട്ട് ഇതിന്റെ ഓരോ വാൾ ടു വാൾ അല്ലെങ്കിൽ ഓരോ ഏരിയന്റെ ലൈവ് മെഷർമെന്റ്സ് എടുക്കാൻ പറ്റും. ഇത് എത്ര വരും എത്ര എന്നുള്ളത് നമുക്ക് ചുറ്റി കണ്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇനി സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയയിൽ നിന്ന് എത്ര എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്തിട്ട് ആഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ടൂൾസ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു ഹോം ഓണർ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റൂം വാടകയ്ക്ക് അല്ലെങ്കിൽ കെട്ടിടം വാടകയ്ക്ക് എന്ന് പറഞ്ഞ് ഇടുന്ന കാലമൊക്കെ കഴിഞ്ഞു. അഗെയിൻ ഒരു ഹോം കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്ലാൻ അപ്ലോഡ് ചെയ്താൽ ഫ്ലോർ പ്ലാൻ, യെസ് എക്സാക്ട്ലി, പ്ലാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ പ്ലാൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞത് നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. മാറ്റർ പോർട്ട് എന്നാണ് ഈ ഒരു പോർട്ടലിന്റെ പേര്. ഇതിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ലൈഡർ ക്യാമറ, അതായത് 3 dimensional പോയിന്റ് കിട്ടും. നമ്മളൊരു ഫോട്ടോയിൽ 2 dimensional ഇമേജ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. അതേപോലെ തന്നെ 3 dimensional ഇമേജസ് കിട്ടാനുള്ള ക്യാമറാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ പോലെ, അതായത് നമ്മുടെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ നമ്മുടെ റോഡിലൂടെ ഉള്ള നമ്മളുടെ ട്രാഫിക്കിലുള്ള ഓരോ പോയിന്റ്സും ഓരോ ഏരിയാസും നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റുന്നത് ക്യാപ്ചർ ചെയ്യുന്ന ലൈഡാർ ക്യാമറകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ സെൽ ഔട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ തന്നെ ഒരു ഹോം ഓണർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്ന വീട് അത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് ആ ഡിസൈൻ സ്റ്റേജ് ഇൻഡിവിജ്വലി ഓരോ ഏരിയകളും നമുക്ക് വെർച്വൽ റിയാലിറ്റി ഗ്ലാസ് അഥവാ VR ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാസസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം ഗ്ലാസ് വെച്ചുകൊണ്ട് വിഷ്വലി അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പോർട്ടലാണ് കുഹോം എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മളുടെ ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ്. അതിന്റെ ഒരു സാമ്പിൾ ഞാനിപ്പോ ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ ചെയ്തതായിരുന്നു. ഒരു ബെഡ്റൂമിന്റെ വ്യൂ ആണ്. ആ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് അതിലെ ഫ്ലോറിങ് എങ്ങനെയാണ് വരിക, അതിലെ ബെഡ് എങ്ങനെയാണ് വരിക. മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ഫ്രീ ആണോ കുഹോം എന്നൊക്കെ? അല്ല, ഇതൊരു പെയ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഇത് ജനറലി ഒരു ഹോം ഓണറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈക്ക് അതിലേക്ക് യു നീഡ് നോട്ട് ഗോ ഫോർ ദാറ്റ്. അത് ജനറലി ഡിസൈനേഴ്സ് ചെയ്യേണ്ടതാണ്. പക്ഷെ യു ക്യാൻ ഡിമാൻഡ് എനിക്ക് ഈ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു 3 dimensional വിഷ്വലൈസേഷൻ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഡിസൈനർക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടാണ് എനിക്കതിന്റെ വിഷ്വലി ഇത് ഇന്റീരിയർ ഫോട്ടോയിൽ നിന്ന് മാറിക്കൊണ്ട് അതിന്റെ ഒരു 360 വ്യൂ എല്ലാ സൈഡും സീലിംഗ് എങ്ങനെ ഓരോ ഏരിയാസ് എങ്ങനെ വരിക എന്നുള്ളതും അത് എത്രത്തോളം സ്പേസ് ഫിസിക്കലി ഉണ്ടാവുക എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് യു ക്യാൻ ഡിമാൻഡ് വിത്ത് ദ ഡിസൈനർ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഈ ഒരു 3 dimensional വ്യൂവില് നിങ്ങളുടെ എക്സാക്ട് ലൈക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് എക്സാക്ട്ലി ചെയ്തു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. സിയാൻ സെലീം VR ഗ്ലാസ് എവിടെ കിട്ടും? ഓൺലൈനിലുണ്ട്. അത് റൈറ്റ് ഫ്രം സ്റ്റാർട്ടിങ് 2000 ഓൺവേർഡ്സ് ഒരു ലെറ്റ്സ് സേ ഒരു 40,000 റേഞ്ച് വരെ ഉള്ളതുണ്ട്. അതിൽ കൂടിയ ഡിവൈസസും ഉണ്ട്. ആ ഡിവൈസസിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ റേറ്റ് കൂടുന്തോറും അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് കൂടുതൽ കിട്ടും. ലൈക്ക് നിങ്ങളൊരു സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വൽ ആ ഒരു ഡെപ്ത് ഫീലിംഗ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് കിട്ടും. ആൻഡ് ലൈക്ക് ലാക്സ് ഓഫ് 1 lakh 2 lakh ഒക്കെ കോസ്റ്റ് ഉള്ള ഡിവൈസസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. യു ആർ മോസ്റ്റ് വെൽക്കം. സോ ഇത്തരത്തിലുള്ള ഈ മാറ്റർ പോർട്ടും അതുപോലെ തന്നെയാണോ?
അല്ല, Paid ആണോ? മാറ്റർപോർട്ട് എന്ന് ഡെഫിനറ്റ്ലി പെയ്ഡ് പ്ലാറ്റ്ഫോം ആണത്. മാറ്റർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് സെല്ലിംഗ് ഒന്നും കൂടെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോ ലൈക്ക് ഡെവലപ്ഡ് സിറ്റീസിലൊക്കെ ഒരു കസ്റ്റമർ വരിക പോവുക എന്ന് പറയുന്നത് ഈ കസ്റ്റമർക്കും ഭയങ്കര ഒരു ടീഡിയസ് ടാസ്ക് ആണ്. ആൻഡ് മോർ ഓവർ ഒരാൾ വരുന്നുണ്ട്, അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടി ഓണർ അതിന് നിൽക്കുക എന്നുള്ളതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അത്തരം കേസിൽ ഇതിന്റെ ഒരു മാറ്റർപോർട്ട് വേർഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിലും ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എക്സാക്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് കിട്ടുകയും ചെയ്യും. ലൈക്ക് എന്തെങ്കിലും മിസ്സിംഗ് മെഷർമെന്റോ ഡീറ്റെയിലോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്ച്വൽ പോയി കാണുന്നതിലേറെ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ഒരുപാട് ടൈം ആൻഡ് ലൈക്ക് മണി നമുക്ക് അവിടെ സേവ് ചെയ്യാനും പറ്റും. ഫോർ ബോത്ത് ദ കസ്റ്റമർ, റിയൽ ബയർക്കും സേവ് ചെയ്യാൻ പറ്റും, ലൈക്ക് അത് സെല് ചെയ്യുന്ന ആൾക്കും സേവ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഇതിലുള്ള കൂടുതൽ ആളുകളും ഹോം ഓണേഴ്സും ഹോം ഡിസൈനേഴ്സും ആണ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്. ലൈക്ക് നിങ്ങളുടെ ഡിസൈന് പലപ്പോഴും നമ്മൾ ഡിസൈനേഴ്സ് ലൈക്ക് എസ്പെഷ്യലി ഞങ്ങൾ എഞ്ചിനീയേഴ്സ് സ്ഥിരം കേൾക്കാറുള്ള ഒരു സംഗതിയാണ്, പിന്നെ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. അതായത് ഒരു ഹോം ഓണർ പെർസ്പെക്റ്റീവിൽ സംസാരിക്കുകയാണെങ്കിൽ ആളുകൾ പറയാറുണ്ട്, അയ്യോ ഇത് ചെയ്തു വന്നപ്പോ ഇത്ര സൈസേ ഉള്ളൂ, കുറച്ചും കൂടെ നമുക്ക് കൂട്ടാമായിരുന്നു, അത് എത്ര ഉണ്ടായിരുന്നേ എന്നുള്ള. അപ്പോൾ എഞ്ചിനീയേഴ്സ് അതിന് സാധാരണ എന്താ മറുപടി പറയാം, നമ്മൾ പ്ലാൻ എല്ലാം ഫൈനൽ ചെയ്തിട്ടല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അവർ പറയാം പ്ലാനും അളവും ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു സാധാരണക്കാരന് ശരിക്കും ഇത് വന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ട്, അത് എങ്ങനെയെന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള ടൂൾസ് യൂസ്ഫുൾ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു വീട് ഇതുപോലെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 15,000 ലൈക്ക് ഒരു 2,500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ ഒരു 15,000 റേഞ്ചിലൊക്കെയാണ് കോസ്റ്റ്. ഡിപ്പെൻസ് ഇതിൽ വരുന്ന ഡിസൈൻ സംഗതികൾക്കൊക്കെ അനുസരിച്ച് ഡിപ്പെൻസ് ആണ്. എന്നാലും ഓൺ ആൻ ആവറേജ് ഒരു 15,000 ആണ് അതിന്റെ കോസ്റ്റ് വരുന്നതെങ്കിൽ നമ്മളിത് ഒരു 2,500 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 50-60 ലക്ഷം കൊടുക്കണം. അപ്പൊ അത് കൊടുക്കുമ്പോൾ അതിന്റെ 40% അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് പെർസെൻറ്റേജ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല. അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, അയ്യോ അവിടെ വന്നാൽ അത് സ്പേസ് കൺജഷൻ വരും, അതുകൊണ്ട് അത് വേണ്ട. ഇത് 3D ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെയാണോ ഈ കോഹോമിൽ തന്നെ ചെയ്യുന്നത്? അത് വേറെ ഇത് തന്നെയാണ്, വേറെയാണോ? സോറി കേട്ടില്ല. ഈ 3D ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെയാണോ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത്? അതോ കോഹോമിൽ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ 15,000 രൂപ റേഞ്ചിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. സാധാരണ 3D ഡിസൈനിങ്ങിന് നല്ലൊരു കോസ്റ്റ് വരില്ലേ? അപ്പൊ അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് കോഹോമിൽ. അതായത് നമുക്ക് ഇതിന്റെ ബിഗിനർ, അതായത് ഇതിന്റെ ഒരു ഡിസൈനിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഡിസൈൻ ആൻഡ് ഡിസൈനർ. ആ ഡിസൈനർ അതിൽ എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡിങ് ആണിത്. പക്ഷേ ഒരു ലേമാൻ ആർക്കിടെക്ട് ഹീൽ ബി ലൈക്ക് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡിസൈൻ. അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു എലമെന്റ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് എലമെന്റ് ആക്കാനുള്ള എല്ലാ എഫേർട്സും അവരിടും. പക്ഷേ ഈ ഡിസൈൻ തോട്ട് പ്രോസസ്സിൽ നിൽക്കുന്ന സമയത്ത് ഇത് എങ്ങനെ വരും എന്നുള്ള ക്ലയന്റിന് പ്രസന്റ് ചെയ്യണമെങ്കിൽ ലൈക്ക് ചിലപ്പോൾ ക്ലയന്റിന് അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഒബ്ജക്ട് ചെയ്യുന്നുണ്ടാവാം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നല്ല ഡിസൈൻ ഔട്ട്പുട്ട് വരണമെന്നുണ്ടാവും, പക്ഷെ ക്ലയന്റ് ആദ്യം ഒബ്ജക്ട് ചെയ്യും, അതൊന്നും വേണ്ട, ഐക്കൊന്നും വേണ്ട, എന്താന്ന് പോലും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് പ്രസന്റേഷൻ കുറച്ചും കൂടെ കൺവിൻസിങ് ആയിട്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഇത്രക്കും എഫേർട്ട് ഇട്ട് ചെയ്തു വരുമ്പോൾ നമ്മൾ അതിനെ റിജക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ഔട്ട്പുട്ട് വരാൻ സാധ്യതയുള്ള ഒരു സംഗതി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ റിജക്ട് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നപ്പം നമുക്ക് ഇത്രയും കൺസ്ട്രക്ഷൻ വരുമ്പോൾ നമുക്ക് 5 lakh എക്സ്ട്രാ വരുമെങ്കിൽ അതില്ലാതെ വരുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള വേരിയസ് ഐട്രേഷൻസ് നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റും. സോ വാട്ട് ഐ മീൻ ടു സേ ഇസ് ദാറ്റ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫിനിഷ് ചെയ്ത് അതിന്റെ ഫ്ലോറിംഗ് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അതിന്റെ ബിഗിനിങ് പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഫോർകാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇപ്പൊ ഇതിൽ കൊടുക്കുന്നത്? പ്രോംപ്റ്റ് ആണോ അതൊരു ഡിസൈൻ ആണോ? തന്നെ നമ്മൾ കൊടുക്കുന്നത്, അതായത് നമ്മളുടെ പ്ലാനും നമ്മളുടെ അളവുകളും വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഹോം ഓണർക്ക് ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി. മറ്റേ പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്തത് പോരുന്ന അത്ര ഈസി അല്ല. പക്ഷെ ഒരു ഡിസൈനർ സംബന്ധിച്ചിടത്തോളം അത് ലൈക്ക് ഹി യൂസ് ടു ഡു ദാറ്റ്, അതാണല്ലോ അവരുടെ ജോബ്. അപ്പൊ ആ അർത്ഥത്തിൽ അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആവും. അതേപോലെ തന്നെ ആ കോസ്റ്റും സംഗതി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇത് വേണോ വേണ്ടേ എന്നുള്ള ഓപ്ഷൻസ് എടുക്കാൻ പറ്റും. അത് ചെയ്തു വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു സ്പേസ്, ഈ റൂം ഇവിടുന്ന് 4 മീറ്റർ ആണ് അങ്ങോട്ടുള്ളത്, ഇതൊരു 3.5 മീറ്റർ ആക്കി. ഇത് ജനറലി എങ്ങനെ വരാറില്ല എന്ന് വെച്ചാൽ പ്ലാൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ക്വയർ ഫീറ്റ് ചുരുക്കലുണ്ട്. അയ്യോ അത്ര സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ, ഉദാഹരണത്തിന് 2,500 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ക്ലയന്റ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ 2,800 സ്ക്വയർ ഫീറ്റ് വന്നു. ദാറ്റ് മീൻസ് 300 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ വന്നു.
ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ റഫ്ലി ഹാർഡ്ലി സെയിങ് ലൈക്ക് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഡെവലപ്പ് ചെയ്യാൻ 6 lakh rupees എക്സസ് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് 50 ലക്ഷം ബഡ്ജറ്റ് കണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എഗെയിൻ ഒരു 6 lakh അഡീഷണൽ വരിക എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് ഈ 50 തന്നെ അയാൾ ഉണ്ടാക്കാൻ പെടാപ്പാട് പെടുകയാണ്. അപ്പൊ പിന്നെ അടുത്ത ഡിസ്കഷൻ വരെ എന്നാൽ നമുക്ക് ഏരിയ കുറച്ച് കട്ട് ഷോർട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ പിന്നെ ഡിസൈനറെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഇവിടെ 4 മീറ്റർ ഉള്ള റൂം 3.5 മീറ്റർ ആക്കുകയോ 3.30 ആക്കുകയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇനീഷ്യലി 4 ഉണ്ടായിരുന്നത് ഇത് ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഇവിടെ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിനൊന്നും സ്പേസ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൺജസ്റ്റഡ് ഫീൽ പ്രൊവൈഡഡ് 50 ലക്ഷം ചെലവാക്കിയിട്ട് പിന്നെ ഒരു ചെറിയ എമൗണ്ടിന്റെ പേരിൽ നമ്മളുടെ കംപ്ലീറ്റ് ലെറ്റ്സ് ഒരു 20-25 വർഷത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രീമിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഏരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ കുറെ കാലത്തേക്ക് ബെയർ ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ ആ സംഗതികളെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ഇത്തരം AI ഇന്റഗ്രേറ്റഡ് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഡിസൈനർ ഇതിലൊരു അവയർനെസ് ഉള്ള ഒരാളായിരിക്കണമല്ലോ, എന്നാലല്ലേ അത് പുള്ളിക്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോ ഞാൻ AI ഡിസൈൻ യൂസ് ചെയ്യാറുണ്ട്, AI ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. ഞാനിത് യൂസ് ചെയ്തതുകൊണ്ടാണ്, മേ ബി ഞാനിതിന് സംസാരിച്ചുകൊണ്ടാണ് ഇന്നലെ വരെ അറിയാത്ത ഞാനും നിങ്ങളും തമ്മിൽ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ അത് തെരഞ്ഞു പോയി, AI ആര് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ തെരഞ്ഞു പോയി. അപ്പൊ അത്തരത്തിലുള്ള സ്കോപ്പ് ഓഫ് സർവീസ് ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചു മേടിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി അത് AI ഇന്റഗ്രേറ്റഡ് ഡിസൈൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്ലയൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കുമ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവില്ല. ശിഷ്യ കൺസ്ട്രക്ഷനിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ലേഡീസ് ആയിരിക്കും, അവരെ ആവശ്യങ്ങൾ പറയും. അതിനനുസരിച്ചിട്ട് നമ്മള് പേ ചെയ്യുന്ന ആളുകൾ നമ്മളായിരിക്കും. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അന്ന കിച്ചൺ അത് അവരെ ഇഷ്ടത്തിന് വിട്ടേക്ക് എന്ന് പറയും. ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ സൈസ് ഒരുപാട് കൂടുതലായിരിക്കും, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അവരെ കൊണ്ട് ക്ലീൻ ചെയ്താൽ എത്താത്ത സൈസുള്ള കിച്ചൺസ് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ നേരെ തിരിച്ചും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ടൈം സ്പെയർ ചെയ്യുന്ന 2 ഏരിയ ആണ്, ഒന്ന് മാസ്റ്റർ ബെഡ്റൂം, അതുപോലെ തന്നെ കിച്ചൺ. ഈ 2 ഏരിയയും കുറച്ച് സ്പേഷ്യസ് ആക്കിയിട്ട് മുകളിൽ ചിലപ്പോൾ ആവശ്യമില്ലാത്ത അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ബാൽക്കണി പോലുള്ള ഏരിയാസ് നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റിയാൽ ആ കോസ്റ്റ് ഇവിടെ കൊടുത്താൽ നമ്മളുടെ ഡേ ടു ഡേ റുട്ടീൻ ലൈഫിൽ നമ്മൾ സ്പെയർ ചെയ്യുന്ന കൂടുതൽ സമയം സ്പെയർ ചെയ്യുന്ന ഏരിയാസ് നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. യെസ്, എന്റെ മൊബൈൽ നമ്പർ പറഞ്ഞുതരാം, ഞാൻ കമന്റ് ബോക്സിൽ ഇടാം. ജസ്റ്റ് ആവശ്യമുള്ള ആളുകൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. 9 ഞാൻ ടൈപ്പ് ചെയ്തിടാം. സോ മൈ പോയിന്റ് വാസ് ദാറ്റ് ലൈക്ക് AI നമ്മൾ ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഇനി നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, ഞാൻ നമ്പർ ഇതിൽ പിൻ ചെയ്തിടുന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഡിസൈനർക്ക് ഇതിൽ അവയർനെസ് ഇല്ലെങ്കിൽ അത് വേറൊരു പാർട്ടിനെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് എന്തായിരിക്കും, എന്ത് പ്ലാൻ ആയിരിക്കും? അയാൾക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വർക്കിംഗ് ക്ലാസ് ആണ്, ലെറ്റ്സ് സേ ഒരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 7 മണി മുതൽ പുലർച്ചെ 7 മണി വരെയാണ് നിങ്ങളുടെ ടൈം. ഇതിന്റെ അകത്താണ് എന്റെ ക്വാളിറ്റി ടൈം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് വരേണ്ട തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് വരേണ്ടത്. അതല്ല നേരെ തിരിച്ച് ഡേ ടൈമിൽ വീട്ടിൽ ഉണ്ടാവുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് നടുമുറ്റം, ഏട്രിയം പോലുള്ള സംഗതികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡേ ലൈറ്റ് പുറത്തുനിന്ന് വരുന്നതിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ക്ലാസ് ആണ്, അത്തരത്തിലൊന്നും പോസിബിലിറ്റി ഇല്ലെങ്കിൽ വെറുതെ അതിനൊന്നും കാശ് കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫ് നേച്ചർ, ടേസ്റ്റ്, നിങ്ങളുടെ കളറുകൾ, ഇഷ്ടപ്പെട്ട കളറുകൾ, റൂമിന്റെ കളറുകൾ, തീമുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ഇമേജസ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പ്ലാൻ, കറക്റ്റ് മെഷർമെന്റ് ഡീറ്റെയിൽ ഉള്ള പ്ലാന് കാര്യങ്ങൾ മെഷർമെന്റ് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോറി, മെസ്സേജിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ് മീ ചെക്ക്. ഞാൻ നമ്പർ ഒന്ന് പറയാം, 949564 ഉണ്ട് അതിൻ്റെ അകത്ത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. 9495640557. യെസ്, എക്സാക്ട്ലി, താങ്ക് യു. 9495640557 ഇതിൽ വാട്സാപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ മൈ പോയിന്റ് വാസ്, നമ്മൾ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് വേരിയസ് ഐറ്ററേഷൻസ് ഇതിലൂടെ കിട്ടാൻ പറ്റും. ഇതന്നെ റൂം ടു റൂം മൂവ് ചെയ്തിട്ട് നമുക്ക് ഓരോ റൂമും എങ്ങനെയെന്നുള്ളത് കാണാൻ പറ്റും. സോ നെക്സ്റ്റ്, നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു നമുക്കൊരു പ്ലാനിൽ നിന്ന് അതിന്റെ 3D ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അഗെയിൻ വിൽ ഗോ ഫോർ ChatGPT. ആദ്യം നമുക്കൊരു ഫ്ലോർ പ്ലാൻ ഒന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാം.
ഞാൻ ഈ ഒരു പ്ലാന് സേവ് ചെയ്തു. നേരെ ഗൂഗിൾ ജെമിനയിൽ വരാം. അതിൽ എൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യാണ്. നേരത്തെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫ്ലോർ പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നു. ക്രിയേറ്റ് ഫ്ലോർ 3-dimensional floor plan view of this 2D plan with a wooden background and walls highlighted in black. ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു. എൻ്റെ കയ്യിലൊരു ഫ്ലോർ പ്ലാൻ ഉണ്ട്. അതിനൊരു 3-dimensional ഫ്ലോർ പ്ലാൻ ആക്കിയിട്ട് അതിൻ്റെ ഒരു വ്യൂ വേണം, അതിൻ്റെ ഒരു വുഡൻ തീം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സജഷൻ കൊടുത്തു. ഇതിലെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡിസൈനറെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. പ്രൊവൈഡഡ് അതിലുള്ള വേരിയസ് ഐട്രേഷൻസ്, വേരിയസ് ഓപ്ഷൻസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതെല്ലാം ഒരു ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ വന്നിട്ട് തന്നെ ഇതിൽ തിരുത്തണം. അപ്പൊ എന്താന്ന് വെച്ചാല് ലൈക്ക് ഒരു ജനറൽ ഐഡിയ, ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ ഇത് പറ്റുമോ പറ്റൂലെന്ന് തീരുമാനിക്കാൻ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്ട് ചെയ്ത ഒരു സാധനത്തിന് നമുക്ക് അതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത പ്ലാൻ, ഇവിടെ ഒരു ലിവിംഗ് ഹാള്, അതിന്റെ അപ്പുറത്തൊരു സ്റ്റെയർ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് സംഗതികളാണ് കൊടുത്തത്. അതിന്റെ ഒരു 3-dimensional ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിവിടെ തന്നു. അഗെയിൻ ഞാൻ പറയാണ് ജനറേറ്റ് the exterior view of this floor plan with a contemporary design theme in a daylight. ഇതിന്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ തരാൻ പറഞ്ഞു. ഒരു കോണ്ടംപററി തീമിൽ വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ അഡ്വാൻസ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഓപ്ഷൻസ് എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു റെഫറൻസ് ഇമേജ് കൊടുത്തിട്ട് ഈ റെഫറൻസ് പോലെ എന്റെ ഇമേജിനെ ജനറേറ്റ് ചെയ്ത് തരണം എന്നുള്ള അർത്ഥത്തിലൊക്കെ കമന്റ്സ് കഴിഞ്ഞാൽ അതിന് റെലവെന്റ് ആയിട്ടുള്ള മറുപടിയും ഉത്തരവും അല്ലെങ്കിൽ ഇമേജും റെസ്പോൺസും ChatGPT അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI ഇന്റഗ്രേറ്റഡ് ടൂൾസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പൊ ഞാനിതിൽ കൊടുത്തത് എന്റെ പ്ലാനിന്, ഫ്ലോർ പ്ലാനിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു 3D ജനറേറ്റ് ചെയ്ത് തരണം എന്നാണ്. എഗെയിൻ ഞാൻ പറയുന്നു, ഇതൊരിക്കലും നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ വിളിക്കാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ പോവാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാവർക്കും അത് പോസിബിൾ ആയിക്കോളണമെന്നില്ല. ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് വരേണ്ടടുത്ത് തീർച്ചയായിട്ടും അതും വരണം. അത് ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഇതിലുണ്ടായിരുന്ന ഒരു സ്റ്റെയർ കേസിന്റെ ഇതിന്റെ ഹാഫ് സെക്ഷൻ വന്നപ്പോൾ അത് സെയിം ലെവലിലാണ് വന്നിട്ടുള്ളത്. അത് സ്റ്റെയർ ആണെന്നുള്ളത് ഈ ഒരു AI ടൂളിന് അത് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഡേ ബൈ ഡേ ChatGPT അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI ടൂൾസ് ഓരോ എറേഴ്സ് അതിലെ എറേഴ്സ് വരുമ്പോൾ അതിനൊക്കെ എൻകൗണ്ടർ ചെയ്ത് അതിന്റെ അപ്ഡേഷൻസ്, പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി അതിൽ ഇംപ്ലിമെന്റേഷനിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വരുത്താൻ പറ്റും. അഗെയിൻ നൗ ആസ് എ ഡിസൈനർ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിയർ അബൌട്ട് 1 hour ആയി. ഐ തിങ്ക് ദ ടൈം ഈസ് അബൌട്ട് 10. ലൈക്ക് ആസ് എ ഡിസൈനർ അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത പ്ലാനിന് ഒരു 3-dimensional എലിവേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന് ChatGPT തന്ന ഔട്ട്പുട്ടാണിത്. ആ പ്ലാനിന് ഇവിടെ ഫ്രണ്ടിൽ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു എക്സ്റ്റീരിയർ ഡെക്ക് ഏരിയ ഉണ്ടായിരുന്നു. അതിലേക്ക് ഫ്രണ്ടിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് വന്നിട്ടുണ്ട്, ഈ ഡെക്ക് ഏരിയ വന്നിട്ടുണ്ട്. ദെൻ ഫ്രണ്ടിലുള്ള ഡൈനിങ്, കിച്ചൺ, ലിവിങ് പോലുള്ള ഒരു ഏരിയ, അതിനൊരു കോണ്ടംപററി ഡിസൈൻ സംഗതികൾ കൊടുത്ത് അതിനുള്ള ഒരു മാച്ചിങ് ആയിട്ട് ഒരു ഡിസൈൻ ഔട്ട്പുട്ട് തന്നു. ചേഞ്ച് ദ കളർ തീം ടു ടെറാക്കോട്ട ക്ലാഡിംഗ്. ഞാൻ അതിലൊരു പ്രോംപ്റ്റ് എക്സ്ട്രാ കൊടുത്തു. ഇതിലുള്ള കളർ തീം മാറ്റിയിട്ട് ഒരു ടെറാക്കോട്ട ക്ലാഡിങ്സ് കൂടെ ആഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു.
ഇതുപോലെ തന്നെ പാരലലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ക്രോം AI. ക്രോം എയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളുടെ റിക്വയർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്പേസിൽ സിമ്പിൾ ആയിട്ട് ഒരു പ്ലാൻ വരക്കുന്നത് മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. നേരത്തെ ചോദിച്ച പോലെ ഈ ക്രോം AI എന്നുള്ളത് എടുക്കുക, അതിൽ നമ്മളുടെ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു സബ്സ്ക്രിപ്ഷൻ വേണ്ടി വരുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ക്രോം AI ഒരു സബ്സ്ക്രിപ്ഷൻ വേണ്ട പ്ലാറ്റ്ഫോം ആണ്. പ്രൊവൈഡഡ് അതിൽ ഫ്രീ ഓപ്ഷൻസ്, നമുക്ക് ഫ്രീ ക്രെഡിറ്റ്സ് ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിലേറെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോ ഞാൻ ഇതിലൊരു പ്ലാന് കൊടുത്തു. ഇനി ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സ്കെച്ച് റെൻഡറിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു സ്കെച്ചിൽ നിന്ന് റെൻഡർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ. അതിലേക്ക് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്തു, നമ്മുടെ പ്ലാൻ അപ്ലോഡ് ചെയ്തു. ഇതിൽ നമുക്ക് മോഡല്, സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ആർക്കിടെക്ചർ, അതിൻ്റെ അകത്ത് ഇന്റീരിയർ സ്പേസിലേക്ക് പോയി ഫ്ലോർ പ്ലാൻ എന്നുള്ള ഒരു ഇത് സെലക്ട് ചെയ്തു. ഇപ്പൊ നമ്മളുടെ ഫ്ലോർ പ്ലാനിന് മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോർ പ്ലാനിന് മാച്ചിങ് ആയിട്ടുള്ള വ്യത്യസ്ത തരം ഹാഫ് സെക്ഷൻ 3D ഡീറ്റെയിലിംഗ് നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നത്തിങ്, നമ്മളുടെ ഇമേജ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വീട് ചെയ്തു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതിന്റെ ഒരു ഹാഫ് സെക്ഷൻ ഇമേജ് വ്യത്യസ്ത ഓപ്ഷൻസിൽ നമുക്ക് കിട്ടി. ഇത് ക്രോം AI എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഇതിനകത്ത് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എന്ത് ഐഡിയയും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ജനറേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് നമ്മളൊരു സ്പേസ് കൊടുത്തിട്ട് അതിൽ പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോ എനിക്ക് 10 ക്രെഡിറ്റ്സ് ഉണ്ടായിരുന്നു. Jan 23 വരെ 9.7 ക്രെഡിറ്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ലൈക്ക് ഇമേജ് ടു വീഡിയോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. AI ആർക്കിടെക്ചറൽ ജനറേറ്റർ, നമ്മളൊരു ഇമേജ് വെച്ച് കഴിഞ്ഞിട്ട് അതിലെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ടൂളാണ് ക്രോം AI എന്ന് പറയുന്നത്. ഐ തിങ്ക് വിൽ ഹാവ് ദ ക്വസ്റ്റൻ ആൻസേഴ്സ്. ലൈക്ക് ഇനി ജനറലി നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയില് നമ്മുടെ ഡിസൈൻസിൽ, സ്ട്രക്ചറൽ ഡിസൈൻസിൽ ഞങ്ങൾ ഇതിൽ സ്കൈ സീവ് എന്ന് പറഞ്ഞിട്ട്, ഇതിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടും കൂടിയാണ്. സ്കൈ സീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് ഓൺലൈനിൽ. ചിലപ്പോൾ നമ്മൾ സൈറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇവിടെ ഈ ഒരു ബീം എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിനോവേഷന്റെ ഒക്കെ കേസിൽ നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഒരു ചുമര് വരുന്നുണ്ട്, ഈ ചുമര് വരുമ്പോൾ അതിന്റെ ലോഡ് മുകളിലുണ്ട്, പകരം താഴെയുള്ള വാള് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എത്ര ബീം സൈസ് കൊടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഞങ്ങൾ ലൈവായിട്ട് സൈറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാറുള്ളത്. ഇതിൽ നമ്മൾ കേസുകൾ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലൈവായിട്ട് ലൈക്ക് എഞ്ചിനീയേഴ്സിന് ഇത് ചെയ്യാൻ കഴിയുള്ളൂ, സാധാരണ ആളുകൾക്ക് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് അതിൽ കുറച്ച് എഞ്ചിനീയറിംഗ് ടേംസ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ ഒരു ബീം എങ്ങനെ വരും, അത് വന്നാൽ അതിന്റെ ലോഡ് കാര്യങ്ങൾ എങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാം, അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട്സ് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് സോഫ്റ്റ്വെയർ ചെയ്യുന്ന അതേ എഫക്റ്റിൽ അല്ലെങ്കിൽ അതേ മൈക്രോ ഡീറ്റെയിലിംഗ് തന്നുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബീങ് ഇതിലിപ്പോ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സോ പ്രാക്ടീസിങ് സിവിൽ എഞ്ചിനീയേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് സ്കൈ സീവ് എന്ന് പറഞ്ഞ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അനാലിസിസ് ആൻഡ് ഡിസൈൻ പ്ലാറ്റ്ഫോം. നമുക്ക് എന്താ വെച്ചാൽ സൈറ്റിൽ നിന്നുകൊണ്ട് ഇപ്പോൾ യൂസിങ് ലൈക്ക് സ്റ്റാറ്റ് പ്രോ പോലെയൊക്കെയുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലും AI ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് അതിനൊരു ഹെവി റെൻഡറിങ്ങോ മറ്റ് ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടിയില്ല. ലൈവായിട്ട് സൈറ്റിൽ നിന്നുള്ള ഇൻപുട്സ് മെഷർമെന്റ് കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ബീം ഡിസൈൻ ഔട്ട്പുട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഡിസൈനിൽ നോർമലി യൂസ് ചെയ്യാറുള്ള അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നോർമലി യൂസ് ചെയ്യുന്ന
ടൂൾസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പരിചയപ്പെട്ട ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPT, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനി, അഡോബ് ഫയർ, ദെൻ നമ്മൾ പോയത് കുഹോം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ദെൻ സ്കൈസിവ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് പാർട്ടേ പറഞ്ഞുള്ളൂ. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾ ഉള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള AI ഇന്റഗ്രേറ്റഡ് ഡിസൈൻസ് നമ്മൾ ഡെഫിനറ്റ്ലി വാക്ക് ത്രൂ വീഡിയോ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടൂൾ ഉണ്ടോ? വാക്ക് ത്രൂ വീഡിയോ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ടൂളുകളുണ്ട്. മെറ്റ AI പോലുള്ള ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഫ്രീ ടൂൾസിന്റെ ഒരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാൽ അതിന്റെ അതിന്റെ ഒരു ആക്യുറസി ലെവല് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതൊരു ഫ്രീ തരുന്നതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻസ് ഒരുപാട് ഉണ്ടാവും. നമുക്കൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു ധാരണ തരാൻ മാത്രമേ ഇതിന് കഴിയുള്ളൂ. ലൈവായിട്ട് വാക്ക് ത്രൂ കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ ഫോർ പെയ്ഡ് പ്ലാറ്റ്ഫോംസ്. ഞാൻ നേരത്തെ പറഞ്ഞ കുഹോം സോഫ്റ്റ്വെയറിന് അതിന്റെ പെയ്ഡ് വെർഷന്റെ അകത്ത് വാക്ക് ത്രൂ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാക്ക് ത്രൂ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ ഒരു സ്പെസിഫിക് ആംഗിളിൽ അല്ലെങ്കിൽ പാറ്റേണിൽ പോകുമ്പോൾ ഉള്ള ഡീറ്റെയിലിംഗ് മാത്രമാണ് കിട്ടുക. പക്ഷെ ഈ ഒരു ഹോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി അല്ലെങ്കിൽ 720 ഡിഗ്രി ലിങ്ക് കിട്ടുന്ന സമയത്ത് റൂം ടു റൂം മൂവ് ചെയ്യാൻ പറ്റും. ഓരോ ഏരിയ നമുക്ക് വേണ്ട ആംഗിളിൽ അതിന്റെ ക്യാമറയെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അപ്പൊ അതിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഉണ്ട്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ദ വീഡിയോ സെക്കൻഡ്സ് ലൈക്ക് അതിന്റെ ഡ്യൂറേഷൻ വിൽ ബി കമ്പാരിറ്റീവ്ലി വെരി ലോ. അപ്പോ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ക്ലിങ് AI പോലുള്ള വീഡിയോ ജനറേഷൻ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വാക്ക് ത്രൂസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്കിപ്പോ ഡിസൈനർ ഡെവലപ്പ് ചെയ്ത് തന്ന 2-3 വ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതെ KLING. അപ്പോ അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികൾ ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ഒരു ഹോം ഓണർ എന്നുള്ള നിലക്ക് ടൈറ്റിൽ ഈസ് ലൈക്ക് ഹൗ യു ക്യാൻ സേവ് മണി. നിങ്ങൾ 40ഉം 50ഉം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലക്ഷങ്ങൾ ഇതൊന്നും എടുത്തു വെച്ച പൈസയിൽ നിന്ന് ഇത് ചെയ്യുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മണി അത് അനാവശ്യമായിട്ട് പാഴാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. ഇത് ചെയ്ത് വന്നാൽ എങ്ങനെയുണ്ടാവും. പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. വിശേഷ സ്റ്റെയർ കേസ് അതല്ലെങ്കിൽ ഡോറുകൾ നമ്മൾ ആദ്യം ഒരു പൊസിഷനിൽ വെക്കും, പിന്നെ ചെയ്തു വരുമ്പോൾ അങ്ങനെയല്ല അങ്ങനെയെന്ന് പറഞ്ഞ് മാറ്റുന്ന അവസരങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പ്രോപ്പർ ആയിട്ട് പോവുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. യെസ് മൂസിന മാഡം, യു ക്യാൻ ആസ്ക്. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഒന്ന് മാഡത്തിന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുമോ? നേരത്തെ സെഷനിൽ സംസാരിക്കായിരുന്നു. യെസ് പ്ലീസ്. ഒന്നുകൂടെ പറയാം, ഞാൻ കേട്ടില്ല. മാം അൺമ്യൂട്ട് ചെയ്താൽ സംസാരിക്കായിരുന്നു. ഓക്കെ ഫൈൻ, പ്ലീസ്. Did we get structural? Yes, പറയൂ. ഒന്നുകൂടെ പറയാം. VR വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാറില്ലേ? ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റും? യെസ്, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. സ്ക്രീൻ വിസിബിൾ ആണോ? അതെ. ഓക്കെ, ഇത് കുഹോം എന്ന് പറഞ്ഞ ഒരു ചൈനീസ് സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ചൈനീസ് ഇന്നോവേഷന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് നമ്മളുടെ റൂമിന്റെ മെഷർമെന്റ്സ് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം ഇപ്പോ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ റൂമിന്റെ റെക്ടാങ്കുലർ മോഡൽ ചെയ്യും. ഈ റൂമിന്റെ നീളം വീതി എത്രയെന്നുള്ള ഇൻപുട്ട് കൊടുക്കും. അതിനകത്ത് ഫർണിച്ചർ എവിടെയാണ് വേണ്ടത്, ബെഡ് കോട്ട് എവിടെയാണ് വേണ്ടത്, ആ ബെഡ് കോട്ട് വരുമ്പോൾ അതിന് ഹെഡ് ബോർഡ് ഏത് സൈഡിലാണ് വേണ്ടത്, അതിന്റെ സ്വിച്ച് ബോർഡ് എവിടെയാണ് വേണ്ടത്, അതിന്റെ സൈഡ് ടേബിൾ എവിടെയാണ് വേണ്ടത്, അതിൽ വിൻഡോസ് എവിടെയാണ് വരുന്നത്, അതിൽ കേർട്ടൻസ് ഏത് ഡിസൈൻ ടൈപ്പിലാണ് വേണ്ടത്, വാർഡ്രോബ് എത്ര ഹൈറ്റാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിൽ കാണാൻ പറ്റും. ഇതൊരു ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോം ആണ്. കുറച്ചൊരു യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യൂസർ ഫ്രണ്ട്ലി ആണ്. പക്ഷെ അതിൽ കുറച്ചൊരു ഡിസൈൻ നോളജ് ഉള്ള ആളുകൾ, ഡിസൈൻ ടീം തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ചെയ്യുമ്പോഴാണ് അത് അതിന്റെ ഒരു പ്രോപ്പർ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിപ്പോ ഞാൻ ട്രയൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ലെറ്റ്സ് ഇത്തരത്തിലുള്ള ഡിസൈൻ ചെയ്തെടുക്കാൻ എനിക്ക് ഒരു ഹാർഡ്ലി ഒരു 5 to 10 minutes ആണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അതിനൊരു റെപ്രസെന്റേഷൻ എങ്ങനെ വരും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഇതിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ യെസ്
ഇതിൽ ഹലോ. ചെയ്യുന്ന ഒരു സെക്കൻഡ് മുഴുവൻ ആയിക്കോട്ടെ. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേരിയസ് ഐട്രേഷൻസ് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഈ ബെഡ് കോട്ട് ഡിസൈൻ മാറ്റണം, അല്ലെങ്കിൽ ഹെഡ് ബോർഡിന്റെ ഡിസൈൻ മാറ്റണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഡിസൈൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആർക്കിടെക്ടിന് അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് ചെയ്തു തരാൻ പറ്റും. അത് അവരുമായിട്ട് സ്പെസിഫിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷനുള്ള ഒരു വാക്ക് ത്രൂ മോഡൽ ആവശ്യപ്പെടാവുന്നതാണ്. ഇനി നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ടീമിന്റെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പിൻ മൈ നമ്പർ ഇൻ ദ ചാറ്റ് ബോക്സ് എന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പർ സെറ്റ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞു തരാം. 9495640557. യെസ് മൂസിന മേഡം പറയൂ. നമുക്ക് ഹൂം അറിയാം, പക്ഷെ VR വെച്ചിട്ട് ഈ ബ്ലോഗേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാ? നിങ്ങൾ ബേസിക്കലി ഡിസൈനർ ആണോ? അതെ. ഓക്കെ, എന്നെ ഒന്ന് പേഴ്സണലി ബന്ധപ്പെട്ടോളൂ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞില്ല. ഇതിലല്ലാത്ത ഒരു ലേമാൻ ഓഡിയൻസും കൂടി ഉള്ളപ്പോൾ നമ്മുടെ ടൈം ഒരുപാട് അതിന് സ്പെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഡൗട്ട്. യെസ് പറഞ്ഞോളൂ. ഇതില് ഫർണിച്ചേഴ്സ് ഒക്കെ ശരിക്കും AI റെക്കമെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കസ്റ്റം ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ലൈക്ക് ഇതിൽ മില്യൺസ് ഓഫ് ഡാറ്റാസ് ഇതിനകത്തുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് മോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള മോഡൽസ് അതിന്റെ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള സ്കെച്ചപ്പ്, ഓട്ടോകാഡ് പോലുള്ള സോഫ്റ്റ്വെയർസിൽ വരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഡിസൈൻ എന്നുള്ളത് ഇതിൽ കസ്റ്റം ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഇൻഫിനിറ്റ് ആണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ്. ഇതിപ്പോ ഒരിക്കലും ഒരു ഡിസൈനറിന്റെ ചാൻസസ് കുറക്കൂല എന്ന് വെച്ചാല് ഡിസൈനേഴ്സിന്റെ ആവശ്യം വരാതെ അങ്ങനെ ആവൂല്ലോ അല്ലേ? ഡിസൈനർ ആവശ്യം വരാതിരിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഒരു ഡിസൈനർ ആണ്. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോ ഈ സോഫ്റ്റ്വെയറിൽ വേണമെങ്കിൽ ഈ ടേബിളിന് ഈ സൈസും വെക്കാം, ഇവിടുന്ന് വലിയ സൈസായിട്ട് ഇതിനെ സ്കെയിൽ ചെയ്തിട്ട് വലിയ സൈസായിട്ടും തരാം. അപ്പൊ അതൊരു ബ്ലണ്ടർ ആണോ അല്ലേ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ വാലിഡേഷൻ ഇതിൽ മസ്റ്റ് ആണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾ തന്നെ വേണം നിർബന്ധമല്ല. ഇതിനെക്കുറിച്ച് കുറച്ച് കോമൺ സെൻസും ഇതിനെക്കുറിച്ച് ചെയ്ത ആളുകളും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. യെസ്, നേരത്തെ നമ്മുടെ ആർക്കിടെക്ട് സാൻഡ്ര മാഡം ചോദിച്ചിരുന്നു പെയ്ഡ് പ്ലാറ്റ്ഫോം ആണോ എന്നുള്ളത്. സ്കൈസിവ് ബേസിക് ലൈക്ക് മോഡ്യൂൾസ് എല്ലാം സിമ്പിൾ ലൈക്ക് പെയ്ഡ് അല്ല, അൺപെയ്ഡ് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് വേർഷൻ വേണമെങ്കിൽ നമുക്ക് പെയ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. സോ കൈൻഡ്ലി ലൈക്ക് അതിന്റെ ട്രയൽ വേർഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. ഇഫ് ഇറ്റ് ഈസ് വർക്ക് ഫോർ യു, ലൈക്ക് നിങ്ങളുടെ ഒരു യൂട്ടിലിറ്റിക്ക് അത് യൂട്ടിലിറ്റി പെർസ്പെക്റ്റീവിൽ അത് എഫക്റ്റീവ് ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ പെയ്ഡ് വേർഷൻ. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് വർക്ക്സ് വെൽ ആൻഡ് ഗുഡ് ഫോർ മീ. യെസ് പറയൂ. സർ, ഇപ്പൊ നേരത്തെ സ്കൈസിബിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ലൈക് ഞാനൊരു ആർക്കിടെക്ട് ആണ്. സോ അതിന് നമുക്ക് സ്ട്രക്ചറൽ സൊല്യൂഷൻസ് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? അതിന് ലൈക്ക് ഒരു എഞ്ചിനീയറിംഗ് ഇന്റർപ്രിട്ടേഷൻ അതിൽ ആവശ്യമാണ്. അതിൽ കൊടുക്കുന്ന ഇൻപുട്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അത്ര ക്ലാരിറ്റിയിലായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരിക. അപ്പൊ നിങ്ങൾ അതിനെ റിലേ ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അതിലൊരു എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിലുള്ള ലോഡ് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ അതില്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബീങ് ആൻ ആർക്കിടെക്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും അതിൽ വരുന്ന വാൾ ലോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം, അത് ഓക്കെ ആയിരിക്കാം. പക്ഷെ ഈ വാൾ ലോഡ് ഇപ്പോൾ സപ്പോസ് ഞാനൊരു നേരത്തെ ഒരു വാള് താഴത്തെ വാൾ ഒഴിവാക്കി മുകളിലത്തെ വാൾ നിർത്തുക എന്നുള്ളൊരു കേസ് സിനാരിയോ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ട ബീം സൈസ് എത്രയെന്ന് ഈ സോഫ്റ്റ്വെയർ പറഞ്ഞു തരും. പക്ഷെ ആ ബീം ബെയർ ചെയ്യുന്ന അതിന്റെ എൻഡിൽ ആ ലോഡ് എടുക്കാൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ജഡ്ജ് ചെയ്യേണ്ടത് അവിടുത്തെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈനർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. അപ്പൊ അത്തരം സംഗതികളിൽ ഒരു ഹ്യൂമൻ വാലിഡേഷൻ മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളാണെങ്കിൽ ലൈക്ക് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന് കൊടുക്കാറുണ്ട്. സോ അതിനുശേഷം പിന്നെ ക്ലയന്റ്സ് എന്തെങ്കിലും റിവിഷൻ പറയുമ്പോൾ നമുക്ക് പിന്നെയും സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന്റെ കയ്യിൽ കൊടുത്താൽ അവര് പിന്നെ ഒരു റിവിഷൻ ഒരു ചാർജ് വാങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ, അതില് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സോ മെനി അസംഷൻസ്. അതില് ഒരുപാട് അസംഷൻസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ആ ലോഡ് ഇങ്ങനെ ബൈപ്പാസ് ചെയ്യണം എന്നുള്ള അസംഷനിൽ ഡിസൈൻ ചെയ്തതായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ ഇതിലൊരു ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റർ ഇൻ ലൈക്ക് എന്തെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ഡിസ്ക്രിപ്പൻസി വരുമ്പോൾ നമുക്ക് അതിൽ പിന്നെ ഒരു ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ അത്തരം കേസിൽ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് അതിലെ ഡിസൈനർ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഒരു ആർക്കിടെക്ട് എന്നുള്ള നിലയ്ക്ക് ഒരു എലമെന്റ് അവിടെ കൊണ്ടുവരുമ്പോൾ അതിന് ഒരുപാട് തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ ഒരുപാട് ഇന്റൻഷൻസ് അതിൽ വെച്ചിട്ടുണ്ടാവും.
അത് കോൺട്രാക്ടർ ആ വർക്ക് എടുക്കുന്ന സമയത്ത് ഇതിവിടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച പെർസ്പെക്റ്റീവിൽ അതിന്റെ എൻഡ് റിസൾട്ട് വരുമ്പോൾ വരില്ല. അപ്പോൾ സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് ചെയ്തതിൽ ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യരുത് എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ഓഫീസ് വരുന്നത് കോഴിക്കോടും ഉണ്ട്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലും ഉണ്ട്. പട്ടിക്കാട് ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് വരുന്നത്. ഞാൻ തിരുവനന്തപുരം LBS ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഡൽഹിയിലെ NBCC നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൺസൾട്ടൻസി സർവീസുകൾ ത്രൂ ഔട്ട് കേരള, ലൈക്ക് ഇപ്പോൾ കറന്റ് കാസർഗോഡ് മുതൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ സൈഡുകളിലൂടെ ഒക്കെ ഉണ്ട്. ലൈക്ക് അതിൽ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് അവർ ടീം. വേറെ ലിഗേഷ് ബൈ നിങ്ങളുടെ ഹാൻഡ് റൈസ് ആയിട്ട് കാണിക്കുന്നുണ്ട്, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ബാക്കി അതെ, ഇപ്പൊ നമ്മളൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈനറെ അപ്രോച്ച് ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ മൊബൈലിൽ വരയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും ആപ്പോ അങ്ങനെ എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള പ്ലാനർ 5D ഞാൻ നോക്കി തന്നതാണ് വരയ്ക്കാൻ നോക്കി. അതിൽ ഓരോ റൂമായിട്ട് പിന്നെ ആ റൂം തമ്മിൽ ജോയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. ഓരോ റൂം ക്രോം AI എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങളുടെ ഐഡിയ ഇൻപുട്ട് ചെയ്ത് അതൊരു ആർക്കിടെക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ ടൂൾ ചെയ്യാം. ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ബിക്കോസ് അതിലൊരു ഈ AI-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോമൺ സെൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡേ ബൈ ഡേ അതിനെ ട്രെയിൻ ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിൽ ബ്ലണ്ടേഴ്സ് വരാം. അപ്പൊ അതിലൊരു ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ പ്യുവർ AI-നെ ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. അല്ല, നമുക്ക് ഈ ഡിസൈനർ അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ വരയ്ക്കുമ്പോഴേ പേപ്പറിൽ വരയ്ക്കുന്നേക്കാളും കോൺസെപ്റ്റ് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളുടെ എഞ്ചിനീയേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ വെർച്വൽ മീറ്റിംഗും കൂടെ ആണെങ്കിൽ കൺവേ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മറ്റേത് അവര് എടുത്ത് ചെയ്ത് വന്ന ഔട്ട്പുട്ട് വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഈ ക്രോം AI എന്ന് പറഞ്ഞ ടൂളില് നിങ്ങൾക്ക് നിങ്ങളുടെ റൂം സൈസും നിങ്ങളുടെ റിക്വയർമെന്റ്സ് കൊടുത്ത് അതിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹാൻഡ് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീടിന്റെ സൈസ് വേണ്ട ഇത്രയാണ്. ലെറ്റ്സ് ഒരു 12 മീറ്റർ ബൈ 15 മീറ്റർ ആണ് എന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്റെ ഓറിയന്റേഷൻ. നോർത്ത് സൗത്ത് എനിക്ക് 12 മീറ്റേഴ്സ് ആണുള്ളത്. ഈസ്റ്റ് വെസ്റ്റിൽ 16 മീറ്റേഴ്സ് ഉണ്ട്. അതിൽ എനിക്ക് വേണ്ടത് 4 ബെഡ്റൂം ആണ്. അതിൽ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൺ വേണ്ടത്. ബെഡ്റൂംസ് 2 അറ്റാച്ച്ഡ് ആണ് വേണ്ടത്. അതിന്റെ ഓറിയന്റേഷൻ വേണ്ടത് സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, ദെൻ കിച്ചൺ എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള 4-5 ഐട്രേഷൻസ് ഈ ക്രോം AI ഔട്ട്പുട്ട് തരും. അത്തരത്തിലുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അത് വരുമ്പോൾ നിങ്ങൾ വരക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ഔട്ട്പുട്ട് തരും. പിന്നെ വേണമെങ്കിൽ അത് പ്രിന്റ് എടുത്ത് നമുക്ക് അതിൽ സ്കെച്ച് വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ ചെയ്യും. ഓക്കെ, ഗഫൂർ സാർ പറഞ്ഞോളൂ. ഹലോ ഹലോ ഒരു ഡൗട്ടും കൂടെ കേട്ടോ. പറഞ്ഞോളൂ. ഞാനൊന്ന് പറയാം. സാറ് നേരത്തെ ഒരു ഇത് പറഞ്ഞിരുന്നു, മറ്റേ ഡീറ്റെയിൽഡ് കോൺട്രാക്ട് ഇതിനു വേണ്ടി ഇതില് ഫസ്റ്റില് കാണിച്ചില്ലേ? അതിലെ ആ കമന്റ് എന്താണ് ഡീറ്റെയിൽ? ഞാൻ എഴുതിയിട്ട് അത്രയും ഡീറ്റെയിൽസ് വന്നിരുന്നില്ലായിരുന്നു ആദ്യം. അപ്പൊ ആ കമന്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് കാണിക്കാൻ പറ്റും? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് AI-ന്റെ സംഗതി ആയതുകൊണ്ട് ഏതാന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ സെക്കൻഡ് സൗണ്ട് എക്കോ. സൗണ്ട് ഓക്കെ. ChatGPT നമ്മളുടെ ഇത്തരം ടൂൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അതിന്റെ മെമ്മറി അപ്ഡേറ്റഡ് ആവും. ഇപ്പോ ഞാൻ കുറെ കാലമായിട്ട് ചോദിക്കുന്നത് കാരണം ChatGPTക്ക് അറിയാം I'm a സിവിൽ എഞ്ചിനീയർ എന്നുള്ളത്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് വെച്ചിട്ടായിരുന്നു അവർ എടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ കൊടുത്ത ഇൻപുട്ടിനെ ഒന്നും കൂടി ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ള ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഒരു കാര്യം ചെയ്തോളൂ, ഗഫൂർ സാർ ഒന്ന് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചോളൂ. 9495
640-557 എന്നാണ് എന്റെ നമ്പർ. ഞാൻ അതിന് ക്ലാരിറ്റി തരാം. കറക്റ്റ് അതിന്റെ പ്രോംപ്റ്റ് ഞാൻ അയച്ചു തരാം. ഞാൻ നേരത്തെ ലിങ്ക് ക്ലോസ് ചെയ്തപ്പോ അതിന്റെ ഇത് പോയോന്ന് സംശയമുണ്ട്. കുഴപ്പമില്ല, ഞാൻ മെസ്സേജ് അയച്ചോളാം. ഹലോ, യെസ് പറഞ്ഞോളൂ. അതെ, ഒരു ഡൗട്ടാണ്. ഞാൻ 3D മോഡലിംഗ് ചെയ്യണതാണ് ഇപ്പോൾ റെവിറ്റും 3ds മാക്സ് അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്ത്. ഓക്കെ. അപ്പോ ഞാനിപ്പോ ഒരു ഡിസൈനറാണ്. ഞാനിപ്പോ ഇത് ഏത് രീതിയിൽ കാണണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ടെക്നോളജിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഒക്കെ റീപ്ലേസ് ചെയ്യുമോ? ഓക്കെ, അതാണ് ചോദ്യം. അതായത് ഇതുപോലത്തെ ടെക്നോളജി സോഫ്റ്റ്വെയറുകളെ റീപ്ലേസ് ചെയ്യുമോ എന്നാണോ ചോദിച്ചത്? അതെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ കുഹോം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതില് ലൈക്ക് ഡിസൈൻസ്, കസ്റ്റം ഡിസൈൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ആണ് നിങ്ങളുടെ ക്ലയന്റ്. അവർ പറയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ മോഡൽ വുഡൻ കട്ടിലാണ് എന്റെ വീട്ടിൽ കംപ്ലീറ്റ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഡൈനിങ് ടേബിൾ ഈ ഒരു മോഡലാണ് വെക്കേണ്ടത്, ഇതേ മോഡൽ വെച്ചിട്ട് എന്റെ ഇന്റീരിയർ കാണിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡൽ നമുക്ക് മോഡൽ ചെയ്ത് എടുക്കണമെങ്കിൽ ബേസിക് ടൂൾസ് തന്നെ വേണം. അപ്പൊ നമ്മളുടെ ബേസിക് എഞ്ചിനീയറിംഗ് നോളജും അതേപോലെ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ടൂൾസും അത് റീപ്ലേസ് ചെയ്യപ്പെടില്ല. അതിന് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് വരുന്നുള്ളേ ഉള്ളൂ, ബട്ട് ബേസിക് റിമെയിൻസ് ദ സെയിം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ഹോം ഓണർക്ക് ഒരു എഞ്ചിനീയർ ആവാൻ ഈ AI സഹായകരമാവും എന്നില്ല. പക്ഷെ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് അതിനെ തരും. അതിന് എത്രത്തോളം നമ്മളുടെ നോളജും കോമൺ സെൻസും എഞ്ചിനീയറിംഗ് നോളജും വെച്ചിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് നല്ല ഔട്ട്പുട്ട് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ടൂൾസ് അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഓൾസോ വിൽ ബി ഔട്ട് ഓഫ് ദി മാർക്കറ്റ്. അപ്പൊ ആ ടൂൾസും അതിന് വേണ്ടിയിട്ട് ഓരോ ഡേ ബൈ ഡേ അവരും അപ്ഡേറ്റഡ് ആവുകയാണ്. ഇന്ന് ഞാൻ ഹോപ്പ്ഫുള്ളി ഒരു 5 PM ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോക്കകത്ത് പറയുന്നത് നമ്മളൊരു ഇമേജ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ നിന്ന് ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 3D മോഡൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലത്തെ മോഡലിംഗ് ഓപ്ഷൻസ് സ്കെച്ചപ്പിൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസ് ലൈക്ക് AI ഇന്റഗ്രേറ്റഡ് ആയിട്ട് മാറും. ഇപ്പൊ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ടൂള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള 2005-6 കാലഘട്ടത്തിലായിരിക്കാം. ആ ടൂള് ഇന്നിപ്പോ അതിന്റെ അഡോബ് ഫയർഫ്ലൈ എന്ന് പറഞ്ഞ മോഡിലേക്ക് വന്നു. ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ തന്നെ നമുക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന കാലം വന്നു. അപ്പൊ അത്തരത്തിൽ അതിന്റെ അപ്ഡേഷൻസ് വരികയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആയി പോയാലും അതിന്റെ ലൈക് ബേസിക് വേർഷൻസും അഡ്വാൻസ്ഡ് വേർഷൻസും തമ്മിലുള്ള ആ ഒരു അഡ്വാൻസ്മെന്റ്സ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മാർക്കറ്റിന് ഔട്ട് ആവാൻ ചാൻസ് ഇല്ല. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, യെസ്. ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പേഴ്സണൽ റിക്വയർമെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇതുപോലെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ട റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ആർക്കിടെക്ട് ഓർ ഡിസൈനർ. ഇനി അതല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആരും ഇല്ല, അത്തരത്തിലുള്ള ഡിസൈൻ സപ്പോർട്ട് വേണമെന്നാണെങ്കിൽ നമ്മുടെ ഡിസൈനിങ് ടീമിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. യെസ്, കൈമാസ് എന്ന് പറയുന്ന ഒരു. ഹലോ സാർ. യെസ്, പറയൂ. എനിക്കൊരു ആർക്കിടെക്ട് 3D ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അത് തന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പം ഈ സാർ പറഞ്ഞ രീതിയിലുള്ള ഈ കുഹോമിലൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ആ 3D ഇപ്പം കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് വേണം. ഇപ്പൊ ഉദാഹരണം ഒരു ജപ്പാൻഡി അല്ലെങ്കിൽ വാബി സാബി ഡിസൈനിലേക്ക് തന്നെ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊക്കെ ചെയ്തു തരാൻ പറ്റുമോ? അത് വെച്ച് അത് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസൈനർ തന്ന ഇമേജ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാൾ ഡെക്കോർ മാറ്റിയിട്ട് ഇത് അവിടെ നിന്ന് എറൈസ് ചെയ്ത് കളയണം, അവിടെ ജപ്പാന്റെ ഡിസൈനിലുള്ള വേറൊരു എലമെന്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഫയർഫ്ലൈ ചെയ്യണോ അതോ കുഹോമിലാണോ ചെയ്യേണ്ടത്? അല്ല, കുഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനിങ് പ്ലാറ്റ്ഫോം ആണ്. നമ്മളിപ്പോ ഒരു ഓട്ടോകാഡ് അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ പോലെ തന്നെയാണ് അത്. പ്രൊവൈഡഡ് AI ഇന്റഗ്രേറ്റഡ് എന്നുള്ളതാണ്. ഒരു ഡിസൈനർക്ക് ഇഫ് യുവർ ഡിസൈനർ മീൻസ് യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഒരു ഹോം ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് കുഹോമിൽ ചെയ്ത് തരണം എന്നുള്ള ഒരു ഡിസൈനറോട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻസ്. കാരണം അതിന്റെ ടൂൾസ് നിങ്ങൾ പഠിച്ചെടുത്ത് അതിന്റെ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് നിങ്ങൾ പോകണമെന്ന് റെക്കമെൻഡ് ചെയ്യില്ല. ഇഫ് യു ക്യാൻ ഗോ ഫോർ ദാറ്റ് മീൻസ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അല്ല എങ്കിൽ അത് നിങ്ങളുടെ ഡിസൈനറോട് പറഞ്ഞിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ഫയർഫ്ലൈയിലോ അല്ലെങ്കിൽ നാനോ ബനാനയിലോ നോക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.
ഓക്കെ. പിന്നെ ഇതിൽ നമ്മൾ ആസ് എഞ്ചിനീയർ ഇതിൽ കുറെ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. നമുക്ക് പുറത്തുള്ള പ്രോജക്ട്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ദുബായിലുള്ള പ്രോജക്ട്സ് ഡിസൈനിന് വരുന്ന സമയത്ത് അവിടുത്തെ മുനിസിപ്പൽ കോഡ് ഓഫ് പ്രാക്ടീസുകൾ വെച്ചിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം സമയത്ത് നമ്മൾ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിൽഡിംഗ് കോഡ്സിന്റെ സ്പെസിഫിക് ഏരിയാസ് നമ്മൾ PDF ആക്കിയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയാണ് ഒരു ഓഡിറ്റോറിയം ഡിസൈൻ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കിട്ടിയിട്ട് അത്തരത്തിലുള്ള ഫോറിൻ കോഡ്സ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സാധാരണ ഒരു ഹോം ഓണർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങളുടെ കോൺക്രീറ്റ് നടക്കുകയാണ്, മെയിൻ സ്ലാബിന്റെ കോൺക്രീറ്റ് നടക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയൊന്നുമില്ല. നിങ്ങളൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് കോൺട്രാക്ടർ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ നാളെ എന്റെ കോൺക്രീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ChatGPT ചോദിക്കാൻ പറ്റും. ടുമാറോ ഈസ് മൈ ഐ ഷോ യു ദ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ടുമോറോ ഈസ് മൈ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ഫോർ ദ റെസിഡൻസ് ഓഫ് 1600 square feet in ground floor. Give me a checklist prior to concreting. കോൺക്രീറ്റിംഗ് ചെയ്യേണ്ട മുന്നേ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടേത് ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞു തന്നു. സ്ട്രക്ചറൽ ഡ്രോയിങ് ആൻഡ് ചെക്ക് ലിസ്റ്റ്, ലേറ്റസ്റ്റ് അപ്ലോഡ് ഡ്രോയിങ് പ്രകാരമാണോ ചെയ്തിട്ട് സൈറ്റിൽ ആ ഡ്രോയിങ് ഉണ്ടോ എന്നുള്ളത്, സ്ലാബിന്റെ തിക്നെസ് ഡ്രോയിങ്ങിൽ പറഞ്ഞതാണോ എന്നുള്ളത്, ബീമിന്റെ സൈസുകൾ ഡ്രോയിങ് പ്രകാരമാണോ എന്നുള്ളത്, കാൻഡിലിവർ പോർഷൻ, അതുപോലെ തന്നെ ഷട്ടറിംഗ്, ഫോം വർക്ക് ചെക്കിങ്, റീൻഫോഴ്സ്മെന്റിന്റെ ചെക്ക്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, പ്രീ കോൺക്രീറ്റ് മെറ്റീരിയൽസ് ചെക്ക്, സിമെന്റ് ബ്രാൻഡ് അതിന്റെ ഗ്രേഡ് സംഗതികൾ വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റ്സ് ചെളി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്, മിക്സിംഗ് പ്രോപ്പർ ആണോ എന്നുള്ളത്, മിക്സ് ഡിസൈൻ പ്രകാരമാണോ എന്നുള്ളത്, വെള്ളം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ക്ലീൻ ആണോ അതോ അതിൽ അഴുക്കോ ചെളിയോ വേറെ എന്തെങ്കിലും ലൈക്ക് കെമിക്കൽസോ ഉണ്ടോ എന്നുള്ളത്, അഡ്മിക്സേഴ്സ് നമ്മൾ ഇതിലേക്ക് എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ, ഇത് മിക്സ് ചെയ്യുന്നത് RMC ആണോ എന്നുള്ളത്, റെഡിമിക്സ് കോൺക്രീറ്റ് ട്രക്കിൽ കൊണ്ടുവരുന്നതാണോ എന്നുള്ളത്, അതാണെങ്കിൽ അതിന് മിക്സർ ഉണ്ടോ എന്നുള്ളത്, അത് സമയത്ത് എത്തുമോ എന്നുള്ളത്, അതിന്റെ സ്ലംബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടെസ്റ്റിംഗ് ആണ്. ദെൻ കോൺക്രീറ്റിംഗ് കോമ്പാക്ഷൻ, കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റർ ഉണ്ടോ എന്നുള്ളത്, വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ളത്, പിന്നെ അതിൽ സ്കിൽഡ് ഓപ്പറേറ്റർ ഉണ്ടോ എന്നുള്ളത്, കോൺക്രീറ്റ് ലെയർ ബൈ ലെയർ ആയിട്ടാണോ പോർ ചെയ്യണത് എന്നുള്ളത് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ ചെക്ക് ലിസ്റ്റ് ഇത് തരും. ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ, പിന്നെ അതിൽ അവർ പറയാണ് പ്രിന്റബിൾ ചെക്ക് ലിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ പ്രിന്റ് ചെയ്ത് തരാനുള്ള, അതേപോലെ തന്നെ കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്, ശ്രദ്ധിക്കേണ്ട മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുള്ള സംഗതികൾ വേണമെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നാളെ എന്റെ കോൺക്രീറ്റ് ആണ് ആ സംഗതികൾ പറഞ്ഞു തന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റും, ഈ സംഗതികളൊക്കെ നോക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലൊക്കെ ഒരുപാട് മേഖലയിൽ നമുക്ക് AI യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവിങ്സ് അതിലൂടെ വരുത്താൻ പറ്റും. നമുക്ക് 30 ആയി സാർ, നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യണോ എങ്ങനെയാണ് സാറിന് ഇപ്പോ ടൈം ഉണ്ടോ? അല്ല, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ചെയ്യാറല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു ഹാൻഡ് റൈസിംഗ് മോഡലിൽ തന്നെ പോവാം. ഒരു ഡൗട്ട് കൂടി. യെസ്. ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 ബെഡ്റൂം ഹാള് ഡ്രോയിങ്, ഫാമിലി ഡ്രോയിങ് ഉൾപ്പെടെയുള്ളതിന്റെ ഒരു ഡ്രോയിങ് ഓൾറെഡി തന്നു, കയ്യിലുണ്ട്. അപ്പോ അത് ഈ സോഫ്റ്റ്വെയർ എടുത്തിട്ട് 2 ബെഡ്റൂം എന്നതിന് പകരം സെയിം സ്ക്വയർ ഫീറ്റിൽ തന്നെ 3 ബെഡ്റൂം ആയിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് ചോദിച്ചാല് ഈ സോഫ്റ്റ്വെയറിൽ ചെയ്ത് കിട്ടുമോ? ബേസിക്കലി സോഫ്റ്റ്വെയർ എന്നുള്ളതിൽ ഉദ്ദേശിച്ചത് അതായത് AI ചെയ്തു തരുമോ എന്നുള്ളതാണോ ചോദിച്ചത്? അതെ, ഇപ്പൊ സാർ ഇപ്പോ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ സോഫ്റ്റ്വെയറിലേക്ക് ആ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് നമ്മളുടെ ഫ്ലോർ പ്ലാൻ എന്താണോ അത് എക്സാക്ട്ലി നമ്മൾ വരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഫ്ലോർ പ്ലാൻ ജനറേറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല അത്. നമ്മുടെ ഉള്ള ഫ്ലോർ പ്ലാനിൽ നമ്മളുടെ ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്ട് പ്ലാൻ ചെയ്ത ഫ്ലോർ പ്ലാൻ എക്സാക്ട് മെഷർമെന്റ് വെച്ചിട്ട് അതിലുള്ള ഇന്റീരിയർ എലമെന്റ്സ് ആണ് നമ്മൾ AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഫുള്ള് ഇതുപോലെ കമന്റ് കൊടുത്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഗതി അല്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്മുടെ കയ്യില് പിന്നെ ആർക്കിടെക്ട് വരച്ച പിന്നെ 2 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നേരത്തെ കാണിച്ച ഗൂഗിൾ നാനോ ബനാനയിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ദിസ് ഈസ് എ 2 ബെഡ്റൂം 2 BHK പ്ലാൻ, ഇതിന് എനിക്കൊരു 3 BHKന്റെ ഫ്ലോർ പ്ലാൻ ആക്കിയിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരണം എന്നുള്ള ഓപ്ഷൻ, പ്രൊവൈഡഡ് ദ സൈസ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ
ഔട്ട്ലൈൻ പ്ലാൻ ഔട്ട്ലൈൻ ഷാൾ നോട്ട് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആൾട്ടറേഷൻ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, മോസ്റ്റ് വെൽക്കം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രൊഫഷണൽ സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഫോർ ദ ടൈം ബീങ് വേറെ ഫർദർ ക്വയറീസ് ഇല്ല എന്നാണെങ്കിൽ ടീം കോളോ നമുക്ക് വൈൻഡപ്പിലേക്ക് മൂവ് ചെയ്യാം. യെസ്, ലിഗേഷ് ഭായ് ചോദിച്ചോളൂ. ബാബു. ഡൗട്ട് ചോദിച്ചോളൂ ലിഗേഷ്. അതെ, നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറുണ്ട് ഒരു റൂം, അതിൽ ആദ്യം കട്ടിൽ വരുന്നു, പിന്നെ കബോർഡ് വരുന്നു, അങ്ങനെ അങ്ങനെ കബോർഡിൽ ഡ്രോയേഴ്സ് അങ്ങനെ വരുന്നു. അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് AI പ്ലാറ്റ്ഫോംസ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിങ്ങിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. നമ്മളൊന്ന് പേഴ്സണലി ലൈക്ക് അത് ഇപ്പോ ഐ തിങ്ക് വെബ്സൈറ്റിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതായത് ജനറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു എന്താ പറയാ, അതൊരു പ്രസന്റേഷൻ ഇതാക്കിയിട്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ കിഡ്സ് ബെഡ്റൂമിലൊക്കെ സാധാരണ കാണാറുണ്ട്, മുന്നേ ചൈനീസ് വീഡിയോകളിലൊക്കെ കണ്ടിരുന്നു. അത് ജനറേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ അതിൽ അവരുടെ ലൈക്ക് അവരുടെ ലോഗോ വെച്ചിട്ടാണ് സാധാരണ വരാറുള്ളത്. ഞാൻ ഇതിൽ കണ്ടിരുന്നു. സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഓർമ്മയില്ല ആ വെബ്സൈറ്റ്. ഓക്കെ ഓക്കെ, ഞാൻ മെസ്സേജ് ചെയ്യാം. ഞാൻ 1-2 സാമ്പിൾസ് മെസ്സേജ് ചെയ്യാം ഞാൻ. ഓക്കെ, താങ്ക്സ്. ജസ്റ്റ് ഫസൽ ബ്രോ പറയൂ. നമുക്കൊരു 2D ഇമേജിനെ നമുക്ക് 3D ആക്കാൻ പറ്റുന്ന ഒരു ഫ്രീ വെബ്സൈറ്റ് തരുന്നുണ്ട്. ഞാൻ ഡിസൈനർ ആണ്. അപ്പം ഗൂഗിൾ ജെമിനി ഞാനത് ചെയ്ത് കാണിച്ചിരുന്നു. കുറച്ച് സെഷനിൽ നേരത്തെ കാണിച്ചിരുന്നു. 2D പ്ലാൻ ഫ്ലോർ പ്ലാൻ ആക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി 3D ഫയൽ ആക്കിയിട്ട് 3ds മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ക്വാളിറ്റി കിട്ടും വേണം ആ രീതിയിൽ റെൻഡർ ചെയ്യുന്ന സമയത്ത്. ഞാന് പിന്നെ ഇന്ന് പറഞ്ഞു അത് ഞാനിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അറൌണ്ട് ഒരു 5 minutes ഞാൻ ഇതുപോലെ ഒരു ലിങ്ക് കണ്ടിട്ട് അതിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് സ്കെച്ചപ്പിലോട്ടോ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കാണുന്നില്ല. ആ ഒരു ഇമേജ് വെച്ച് അതിനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കാണുന്ന ഓപ്ഷനാണ് ഇപ്പൊ കണ്ടത്. എന്തായാലും ഓരോ അഡ്വാൻസ്മെന്റ്സ് വരുന്നുണ്ട്. അതിലിപ്പോ ഞാൻ ആ വീഡിയോയിൽ ചെയ്ത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അത് ഈ ഒരു എങ്ങാണ്ടോ പേസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേറെ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അതിന്റെ 360 ഡിഗ്രി ഇമേജ് ആ വെബ്സൈറ്റ് പോർട്ടലിൽ കാണുന്നുണ്ട്. അതിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ കണ്ടിരുന്നില്ല. ഡെഫിനറ്റ്ലി വരുമായിരിക്കാം എന്ന് എനിക്ക് അറിഞ്ഞില്ല. ബാബു ജോൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബാബു സർ അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഇത് ഈ AI ഉള്ള കോഴ്സ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്തെങ്ങാനുണ്ടോ ചോദിക്കാനാണ്. AI ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. നമ്മൾ ഓൺലൈൻ കോഴ്സസ് ചെയ്യാറുണ്ട്. ലൈക്ക് അതൊരു ലോങ് ടേം കോഴ്സസ് അല്ല, ഷോർട്ട് ടേം ഇതുപോലത്തെ ടൂൾസ് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കുഹോം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഡിസൈനേഴ്സിന് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. യെസ്, ഫൈൻ. വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സർ, ഈ സെഷന്റെ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആണോ? ടെക്നിക്കൽ ടീമാണ് പറയേണ്ടത്. സെഷന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നമ്മളത് യൂട്യൂബിൽ ഇട്ടിട്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ യൂട്യൂബിൽ 2 ദിവസത്തിനുള്ളിൽ കാണാൻ പറ്റുന്നതായിരിക്കും. കോളോ കേരള എന്നുള്ള യൂട്യൂബ് ചാനലിലായിരിക്കും വരുന്നത്. ഏതിലാണ്? കോളോ കേരള. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സാർ, നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഷുവർ. ഓക്കെ സാർ. ജസിം സാർ, താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മുടെ കൂടെ ഈ സെഷൻ എടുത്തത് ബിൽഡ്യൂ ആർക്കിടെക്ചർ സ്റ്റുഡിയോയിലെ ജസിം സാറാണ്. ആർക്കിടെക്ട് ജസിം സാറായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് ഡൗട്ട്സ് ഇപ്പോൾ സാർ ക്ലിയർ ചെയ്തു. എല്ലാം റിയൽ ലൈഫ് ഹോം സിനാരിയോസ് ആണ് എല്ലാവരുടെയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെഷൻ സാർ നമ്മളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തതിന് ബിഗ് താങ്ക് യു ഫ്രം കോളോ
ആൻഡ് ഓൾസോ നമ്മുടെ പാർട്ടിസിപ്പൻസ് ഇപ്പോൾ നമുക്ക് കുറെ ഇത്ര നേരം സ്പെൻഡ് ചെയ്ത് ഡൗട്ട്സ് ചോദിച്ചതിനും ഇപ്പൊ നിങ്ങളുടെ ഡൗട്ട് തന്നെ വേറെ ആൾക്കും ഉണ്ടായി കാണും ഇപ്പോ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ബിഗ് ഷെയറിംഗ് സെഷൻ ആയിട്ട് തന്നെ ഈ ഒരു Q&A സെഷൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഷുവർ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. യെസ്, പറയൂ. ഹലോ, ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ, ലൈക്ക് എനിക്ക് അറിയില്ല, ഒരു ടെക്നിക്കൽ സെഷൻ ആവുമ്പോൾ കുറെ ആളുകൾ പല റേഞ്ച് ഓഫ് നോളജ് അക്വിസിഷൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ബിഗിനർ ലെവലിലുള്ള ആളുകളുണ്ട്, എക്സ്പേർട്ട് ലെവലിലുള്ള ആളുകളുണ്ട്. എന്തായാലും എക്സ്പേർട്ട് ലെവലിലുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഷുവർ ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഓഡിയൻസിന് എല്ലാവരെയും ഒരേ പേസിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. യെസ്, IEC സെൽ എന്ന് കാണുന്നുണ്ട്. പറഞ്ഞോളൂ, ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ സന്തോഷം. നമുക്ക് അപ്കമിങ് സെഷൻസിൽ മോഡിഫിക്കേഷൻസും ഇംപ്രൂവ്മെന്റ്സും വരുത്താൻ സാധിക്കും. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ഈ ChatGPTയും നാനോ ബനാനയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടിയും എന്താ പറയാ, ഈ ലെവലിൽ ഉപയോഗിച്ചിട്ടില്ല, ഇത്ര അഡ്വാൻസ് ലെവലിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ പ്രോമൈനെ പറ്റിയിട്ടും പിന്നെ ഈ മാറ്റർ പോർട്ട് പിന്നെ സ്കൈ സീവ് ഇതൊക്കെ പുതിയ അറിവായിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ല, ഞാൻ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. എനിക്ക് ഒരു നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. താങ്ക്സ്. ലിഗേഷ് ഭായിന്റെ വീട് എവിടെയാ? സ്ഥലം എവിടെയാ? ഞാൻ തൃശ്ശൂര് പുതുക്കാടാണ്. ഓക്കെ. എഞ്ചിനീയറിംഗ് കോളേജില് സെഷൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ഇന്റീരിയർ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 മാസമായി. ശരി, താങ്ക്സ് ഫോർ ഹലോ, യെസ്, സംഗീത മാഡം പറയും. സാറേ, ഞാൻ വയനാട്ടിൽ നിന്നാണ്. അപ്പോ ഇവിടെ നമുക്ക് സാറിന്റെ ഈ എന്തെങ്കിലും ഹെൽപ്പ് അവൈലബിൾ ആണോ? ഡെഫിനറ്റ്ലി. വയനാട് നമ്മൾ പ്രോജക്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയില്, അതുപോലെ തന്നെ കൽപ്പറ്റയിലൊക്കെ നമ്മളുടെ പ്രോജക്ട്. സുൽത്താൻ ബത്തേരി എവിടെയാ പ്രോപ്പർ? ഞാൻ സുൽത്താൻ ബത്തേരിയാ. ഓക്കെ, സുൽത്താൻ ബത്തേരി അവിടെ. സുൽത്താൻ ബത്തേരി പ്രോപ്പർ നമ്മൾ ചീരാൽ റോഡിനാണ്. ഓക്കെ, ഫൈൻ. അവിടെ ഇനിയിപ്പോ ഈ മന്തില് ലാസ്റ്റ് ആയിട്ട് ആ ഭാഗത്ത് വരുന്നുണ്ട്. കൽപ്പറ്റയിൽ നമ്മുടെ ഒരു പ്രോജക്ട് കൺസൾട്ടിങ് ഉണ്ട്. ഒരു 5 സ്റ്റോറിയുടെ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിന്റെ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ ഉള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഹോപ്പ്ഫുള്ളി ഈ മന്ത് വിസിറ്റ് ഉണ്ടാവും അവിടെ. എന്താന്ന് വെച്ചാ സാറേ, ഞാനൊരു വീട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സിമ്പിൾ ലോ ബഡ്ജറ്റ് ഹൗസ് ആണ്. പക്ഷെ എന്നാൽ പോലും അതിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് സ്ക്വയർ ഫീറ്റും കുറവാണ്. അപ്പൊ അത് ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ബേസിക്കലി ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് വീട്ടുകാർക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് എന്താണ് നമ്മളുടെ ഏരിയ അല്ലെങ്കിൽ നമ്മളുടെ വീടിനെ എങ്ങനെ അതിന്റെ ഏറ്റവും നെക്സ്റ്റ് ലെവൽ ഔട്ട്പുട്ട് കിട്ടാൻ പറ്റും എന്നുള്ളത് ഡെഫിനറ്റ്ലി അതിലൊരു ഡിസൈനർ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് അതിനുപരി ഒരു ഡിസൈനർ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ടൂൾസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇതുപോലെ ഇതിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പോലെ പ്രോമേഐ, അതല്ലെങ്കിൽ ChatGPT, അല്ലെങ്കിൽ നാനോ ബനാനയുടെ ഗൂഗിൾ ജെമിനി ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ഇന്റീരിയർ വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഔട്ട്പുട്ട് എടുക്കാനും പറ്റും. അപ്പൊ അതില് സംഗതികൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഡിസൈനേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ ആർക്കിടെക്ട്സോ ഉണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കോപ്പ് ഓഫ് സർവീസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആയിക്കോട്ടെ സാറേ, താങ്ക് യു. മോസ്റ്റ് വെൽക്കം. ഓക്കെ, ഷാറുഖ് സാർ. അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം നമുക്ക് ആൾക്കാരെല്ലാം ഡൗട്ട് ചോദിച്ചിരുന്നു. ബിഗ് താങ്ക് യു ടു യു സർ. കാരണം വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇന്ററാക്റ്റീവ് Q&A സെഷൻ ആയിരുന്നു ഇത്. കുറെ പേര് നമുക്ക് പല ലെവലിലുള്ള ആൾക്കാരാണ് ഡൗട്ട് ചോദിച്ചിരുന്നത്. അപ്പോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
കോളോ നമ്മൾ ഈ വെബിനാർസ് എല്ലാ ദിവസവും 7 PM ഈ ഒരു വെബിനാർ ചൈൽഡ് വെബിനാർസ് നടത്താറുണ്ട്. അപ്പോ കോളോടെ എയിം എന്ന് വെച്ചാൽ ലൈക്ക് ടു ഡെലിവർ ദ റൈറ്റ് ഇൻഫർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ബിഗിനിങ് ഇറ്റ് സെൽഫ്, അതായത് കോളോ ഇന്നുള്ള ഒരു കോളോ അല്ല, 4-5 വർഷം മുന്നേ ഉള്ള കോളോ. ഐ തിങ്ക് 2018-19 സമയത്താണ് ഞാൻ ചെറിയ ഇതുമായിട്ട് സംബന്ധിച്ച ഡിസ്കഷൻസ്, ചെറിയ ഒരുപാട് വിഷൻസ് അതിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു ജെറി, അതിന്റെ ആ ഒരു ഒരുപാട് എഫേർട്ടും ഡെഡിക്കേഷനും കാരണം തന്നെയാണ് കോളോ എന്ന് പറഞ്ഞ ഒരു സീറോ പേയ്മെന്റിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഹോം ഓണറെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എല്ലാ ടൂൾസും, അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് ഇവര് തമ്മിലുള്ള ഇന്റഗ്രേഷൻസ്, ഒരു ഹോം ഓണർക്ക് ആർക്കിടെക്ടിനെ കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഡെഫിനറ്റ്ലി റിയലി അപ്രീഷിയേറ്റ് ഉണ്ട്. യെസ് സർ. അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് ന്യൂവർ പ്രോഗ്രാംസ് ഉണ്ട്. സ്മാർട്ട് സെലക്ട് എന്നുള്ള പേരിൽ കുറച്ച് ന്യൂവർ പ്രോഗ്രാംസ് ഉണ്ട്. അത് പെയ്ഡ് പ്രോഗ്രാംസ് ആണ്. അത് ഇപ്പൊ വരുന്ന ഒരു ഹോം ബിൽഡിംഗിൽ വരുന്ന ഹെവി ലിഫ്റ്റിംഗ് ഈസിയർ ആക്കാനുള്ള കുറച്ച് ടൂൾസ് ആണ് അതിൽ വരുന്നത്. അപ്പോ അതിലെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഹോം ഓണറെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല. അതിന് വേണ്ട എക്സ്പെർട്ടൈസ്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസിനെ വ്യത്യസ്ത ഓപ്ഷൻസിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതിന് റൈറ്റ് പീപ്പിൾ ടു ദ റൈറ്റ് ഓഡിയൻസ് എത്തിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ഒരു എഫക്റ്റീവ് ടാസ്ക് ആണ് ഫോളോ ചെയ്യുന്നത്. അതിനൊരു പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വീട് നിർമ്മാണത്തിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹെസിറ്റേഷന്റെ ആവശ്യമില്ലാതെ തന്നെ അതിലേക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അതെ, നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 500+ ഹോം ഓണേഴ്സ് ഇപ്പൊ കറന്റ് നമ്മുടെ പ്രോഗ്രാംസിന്റെ ഭാഗമാണ്. കാരണം അവർ വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് അവർക്ക് നമ്മുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത് ആ ഒരു ഫ്ലോ തോന്നിയിട്ടുള്ളത്. യെസ്. അപ്പോ സാർ താങ്ക്സ് ടു യു. അപ്പോ നമുക്ക് വീണ്ടും ഒരു വേറെ സെഷനിൽ കാണുന്നവരെ നമുക്ക് hopefully we can see another session as well. Sure. Thank you. അപ്പോ very good night to everybody.